അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുരീദൂന അൻ യുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുത്തിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ജിഹാദ്, ഖിലാഫത്ത്, മുസ്ലിം ലോകം എന്ന തലക്കെട്ടിലുള്ള ഒരു പഠന സെഷനിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പുതിയ കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായ ചർച്ചകൾക്ക് കളമൊരുക്കുകയും മുസ്ലിം വിദ്യാർത്ഥികൾക്കിടയിൽ വിവിധ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും എല്ലാം ചെയ്ത കുറേ സംഭവങ്ങൾ, പ്രത്യേകിച്ചും ഇറാഖിലും സിറിയയിലും ഉണ്ടായ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ ഫലമായി ഞാൻ ലോക മുസ്ലിങ്ങളുടെ ഖലീഫയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരാൾ കടന്നു വരികയും അദ്ദേഹത്തിൻ്റേത് എന്ന പേരിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ തന്നെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭം. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് ജിഹാദ് എന്നും എന്താണ് ഖിലാഫത്ത് എന്നും മുസ്ലിം ലോകത്തെ പ്രശ്നങ്ങളുടെ വേര് കിടക്കുന്നത് എവിടെയാണ് എന്നും വളരെ കൃത്യമായി, വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജിഹാദ് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക ശബ്ദമാണ്. ജിഹാദിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ കേട്ടവരാണ് നാം. ജിഹാദിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചും ആ തലങ്ങൾ നിർവഹിക്കേണ്ട രീതിയെക്കുറിച്ചുമെല്ലാം നമുക്കറിയാം. സായുധ ജിഹാദ് അഥവാ യുദ്ധം ആരാണ്, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് നിർവഹിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഖുർആനും പ്രവാചകന്റെ ചരിത്രവും പരിശോധിച്ചാൽ മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആ രാഷ്ട്രത്തിന് ഉണ്ടായിരുന്ന ഔദ്യോഗിക സൈന്യത്തെ ഉപയോഗിച്ച് നടത്തിയ സായുധ പ്രതിരോധങ്ങളാണ് ഇസ്ലാമിലെ യുദ്ധങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 വർഷക്കാലം ജീവിച്ചു. ആ 13 വർഷക്കാലം പ്രവാചകന്റെ ജീവിതത്തിൽ സായുധ ജിഹാദ് എന്നൊരു അധ്യായമേ ഇല്ല. പ്രവാചകൻ മക്കയിൽ പ്രജയായിരുന്നു. എന്നാൽ മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാഷ്ട്രത്തിന്റെ തലവനായി മാറി. ഒരു രാഷ്ട്രത്തിന്റെ തലവൻ എന്ന നിലക്ക് പ്രജകളുടെ സംരക്ഷണം രാഷ്ട്രത്തലവന്റെ സ്വാഭാവികമായ ഉത്തരവാദിത്തമാണ്. അവിടെ മദീന എന്ന രാഷ്ട്രത്തെ തകർക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രജകളെ കൂട്ടക്കൊല ചെയ്യാനും എല്ലാമുള്ള ശ്രമങ്ങൾ മദീന എന്ന രാജ്യത്തിൻ്റെ ശത്രുക്കൾ നടത്തിയപ്പോൾ മദീനയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധവും പ്രത്യാക്രമണവും യുദ്ധം എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുണ്ട്. ആ യുദ്ധങ്ങളെ അതിവിശുദ്ധമായ കർമ്മങ്ങളായി പരിചയപ്പെടുത്തുകയും അതിലുള്ള രക്തസാക്ഷ്യം അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലത്തിന് കാരണമാകുമെന്ന് പഠിപ്പിക്കുകയും യുദ്ധത്തിൽ സജീവമായി രംഗത്തിറങ്ങാൻ വേണ്ടി സഹാബികളെ പ്രചോദിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായൊരു വസ്തുത, യുദ്ധത്തെ ഒരു ലക്ഷ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല.
യുദ്ധം ഒരു മാർഗമാണ്, വളരെ അനിവാര്യമായ ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള മാർഗം. യുദ്ധം യുദ്ധത്തിനു വേണ്ടിയല്ല. എപ്പോഴും യുദ്ധമുണ്ടായിക്കൊണ്ടിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ പ്രതീക്ഷിച്ചിട്ടോ ഇല്ല. എന്നാൽ അനിവാര്യമായ സന്ദർഭത്തിൽ രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി രാഷ്ട്രത്തിൻ്റെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി വാളിനെ ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റുകയും യുദ്ധമാണ് മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമെന്ന് പഠിപ്പിക്കുകയും നിരന്തരമായി ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾ നടത്തേണ്ടത് മുസ്ലിമിൻ്റെ മതപരമായ ബാധ്യതയാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്ന ചിന്താധാരകൾ മുസ്ലിം ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് തൊട്ട് ഉടനെ തന്നെ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് യാദർച്ഛികമായി സംഭവിക്കുന്നതല്ല. നമ്മൾ ചരിത്രത്തെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ബോധപൂർവം മുസ്ലിങ്ങളെ കലാപകാരികളാക്കി തീർക്കാൻ വേണ്ടി, അവരെ ആയുധത്തിൻ്റെ ആളുകളായി അവരുടെ ജീവിതത്തെ തുലച്ചു കളയാൻ വേണ്ടി വളരെ ബോധപൂർവം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, പ്രത്യേകിച്ചും അന്നത്തെ ജൂതന്മാരുടെ വളരെ പ്രഗത്ഭരായ ബുദ്ധിജീവികൾ, അവർ പണിയെടുക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ജിഹാദിനെയും ആ ജിഹാദിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്ത ഷഹാദത്തിനെയും വളരെ സമർത്ഥമായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എപ്പോഴും ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾ നടത്തലാണ് മുസ്ലിമിൻ്റെ ധർമ്മമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു വിചാരധാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കഴിഞ്ഞ ഉടൻ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ വേരുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മൾക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും, മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളുടെ ഭർത്താവായിരുന്നു. അതോടൊപ്പം സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട പ്രഗത്ഭനായ സഹാബിയാണ്. ഇസ്ലാമിനെ സംരക്ഷിക്കുവാനും പ്രതിരോധിക്കുവാനും വേണ്ടി തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച അത്രയും പുണ്യമുള്ള പരിശുദ്ധനായ വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഖലീഫയായി നിയമിക്കപ്പെടുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്ന ഒരു ജൂതൻ വളരെ സമർത്ഥമായി മുസ്ലിം സമൂഹത്തിനുള്ളിലേക്ക് കടന്നു വരികയും അദ്ദേഹം ഇസ്ലാമിൻ്റെ കുപ്പായമണിയുകയും ഭരണത്തെക്കുറിച്ചുള്ള അസംതൃപ്തി മുസ്ലിം പ്രജകൾക്കിടയിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി വളരെ ബോധപൂർവം തന്നെ അധ്വാനിക്കുകയും ചെയ്തു. ആ അധ്വാനങ്ങളുടെ ഫലമായി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വ്യത്യസ്ത പ്രവിശ്യകളിൽ താമസിച്ചിരുന്ന മുസ്ലിം യുവാക്കൾ, ഞാൻ ബോധപൂർവമാണ് യുവാക്കൾ എന്ന് പറയുന്നത്, വൃദ്ധന്മാരായിരുന്ന ആളുകൾ, പല നിലക്കും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് പരിചയമുണ്ടായിരുന്നവരും അദ്ദേഹത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നവരും സഹാബിമാരുമാണ്. എന്നാൽ അടുത്ത തലമുറയിൽപ്പെട്ട യുവാക്കൾ, ദീനീ ആവേശമുള്ള യുവാക്കൾ, ആ യുവാക്കൾക്കിടയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് എന്ന ചിത്രമുണ്ടാക്കുകയും അദ്ദേഹത്തിന് വേണ്ടത്ര ഭക്തിയില്ല എന്ന് തോന്നിപ്പിക്കുകയും ദീൻ പോരാത്തതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫ സ്ഥാനത്തിന് അർഹനല്ല എന്ന് പഠിപ്പിക്കുകയും എല്ലാം ചെയ്തു അദ്ദേഹം. ഈ പ്രചരണം കൊടുമ്പിരി കൊണ്ടു. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിം സമൂഹത്തിന് അപമാനമാണ്. വേണ്ടത്ര ജീവിത വിശുദ്ധിയില്ലാത്ത ഒരാൾ പ്രവാചകനിരുന്ന ഭരണാധികാരിയുടെ കസേരയിലിരിക്കുന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. ഇവിടെ നമ്മൾ ഉണരണം. എങ്ങനെയാണ് നമ്മൾ ഉണരേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ജിഹാദ് പ്രവാചകന്റെ കാലത്തോടു കൂടി അവസാനിക്കേണ്ടതല്ല. നമ്മുടെ വാളുകൾ നമ്മൾ ഉറയിൽ സൂക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ വാളുകൾ ഉറയിലേക്ക് ഇട്ടു എന്നതാണ് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നം. അവിടെ ആ വാൾ നമ്മൾ തിരിച്ചെടുക്കണം. ആ വാൾ തിരിച്ചെടുത്ത് ജിഹാദിനെ പുനഃസ്ഥാപിച്ച് രക്തസാക്ഷ്യം കൊതിച്ചുകൊണ്ട് നമ്മൾ അടർക്കളത്തിൽ ഇറങ്ങണം. മുസ്ലിം സമൂഹത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി എന്ന ഒരു പ്രചരണമുണ്ടായി. ആ പ്രചരണത്തിൻ്റെ ഫലമായി വ്യത്യസ്ത നാടുകളിൽ നിന്ന് സംഘടിച്ചെത്തിയ 1000ഓളം ചെറുപ്പക്കാർ, മുസ്ലിങ്ങളെല്ലാം മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പോയ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തേടി വന്നു. അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് വളയുകയും അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതിരിക്കുകയും നോമ്പനുഷ്ഠിച്ച് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ക്രൂരമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയുമെല്ലാം ചെയ്തു. ഇത് ഇസ്ലാമിക സമൂഹത്തിലുണ്ടായ ആദ്യത്തെ കലാപങ്ങളിലൊന്നാണ്. ഈ കലാപത്തെ തന്നെ നമ്മൾ പരിശോധിക്കുക.
ഇവിടെ കലാപകാരികളായി രംഗത്ത് വന്ന ആളുകൾ ദീനീ നിഷ്ഠയിൽ സമൂഹത്തിൽ മറ്റുള്ളവരെക്കാൾ മുന്നിൽ നിന്നവരായിരുന്നു. ആ ദീൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടത്ര ഇല്ല എന്ന് ആരോപിച്ചവരായിരുന്നു. ഞങ്ങളുടെ ദീനീയ ആവേശം കൊണ്ടാണ് ഞങ്ങൾ വാളെടുക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു. അവർ ചെയ്തതാകട്ടെ പ്രഗത്ഭനായൊരു സഹാബിയെ വധിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയും മുസ്ലിം സമൂഹത്തിൽ അന്തഛിദ്രങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുകയുമാണ്. ഇവരിൽ നിന്നാണ് പിന്നീട് ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ, അവാന്തര വിഭാഗം തന്നെ മുസ്ലിം സമൂഹത്തിൽ ഉടലെടുക്കുന്നത് എന്ന് നമുക്കറിയാം. ഇവിടെ വെച്ച് ജിഹാദിൻ്റെ തെറ്റായ പ്രയോഗം ചരിത്രത്തിൽ ആരംഭിക്കുകയാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അനിവാര്യമായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച സായുധ പോരാട്ടങ്ങൾ, ആ സായുധ പോരാട്ടങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എന്ത് തരത്തിലുള്ള അനീതി ഉണ്ടായാലും ആ അനീതി പരിഹരിക്കേണ്ടത് വാളുകൊണ്ടാണ് എന്ന് സമർത്ഥിക്കുകയും വാളിൻ്റെ നിരന്തരമായ ഉപയോഗമാണ് മുസ്ലിം യുവാക്കളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തേണ്ടത് എന്ന് സൂചിപ്പിക്കുകയും വാള് ഉറയിൽ വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ധാര, ആ ധാര അവിടെ വെച്ചാണ് കിളിർക്കുന്നതും വളരുന്നതും പുഷ്പിക്കുന്നതുമെല്ലാം. അത് അവസാനിച്ചത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പദത്തിലുമാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഈ സംഘം ഉണ്ടാക്കിയ കുഴപ്പങ്ങളുടെ തുടർച്ച എന്ന നിലക്ക് മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായ ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി. ആ കുഴപ്പങ്ങളുടെ ഭാഗമായി അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും രണ്ട് പക്ഷത്തായി. അവർ രണ്ട് പക്ഷത്തായതിനെ തുടർന്ന് അവർക്കിടയിൽ പല രീതിയിലുള്ള സംഘടനകളുണ്ടായി. ഈ രണ്ട് പക്ഷത്തും നിന്നിരുന്ന ആളുകൾക്കിടയിൽ ഈ സംഘടനകളെ തുടർന്ന് അലി റളിയല്ലാഹു അൻഹു ഈ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്താൻ വേണ്ടി ചില മധ്യസ്ഥന്മാരെ സ്വീകരിച്ചു. രണ്ട് വിഭാഗങ്ങൾക്കിടയിലും ചർച്ചകൾ സംഘടിപ്പിക്കുവാൻ വേണ്ടി അവരെ ചുമതലപ്പെടുത്തി. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്തുണ്ടായിരുന്ന ചില ആളുകൾ, ഏകദേശം 6000-ഓളം ആളുകൾ, അവർ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോവുകയും അലി റളിയല്ലാഹു അൻഹു കാഫിറായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവരാണ് ചരിത്രത്തിൽ ഖവാരിജുകൾ എന്നറിയപ്പെട്ടത്. ഖവാരിജുകൾ പറഞ്ഞത് ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ, അള്ളാഹുവിന് മാത്രമാണ് വിധി കൽപ്പിക്കാനുള്ള അധികാരം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ അലി റളിയല്ലാഹു അൻഹു വിധി കൽപ്പിക്കാനുള്ള അധികാരം മധ്യസ്ഥന്മാർക്ക് കൈമാറിയിരിക്കുന്നു. അതിനാൽ അലി റളിയല്ലാഹു അൻഹു കാഫിറാണ്. ഈ നിർദ്ദേശത്തിന് നിന്നുകൊടുത്ത മുആവിയ റളിയല്ലാഹു അൻഹുവും കാഫിറാണ്. ഇവർ രണ്ടുപേരും കാഫിറായതുകൊണ്ട് ഇവരുടെ രക്തം മുസ്ലിങ്ങൾക്ക് അനുവദനീയമാണ്. ഈ രണ്ട് ക്യാമ്പുകളിലുമുള്ള മുസ്ലിങ്ങൾ അവരെല്ലാവരും കാഫിറുകളാണ്. കാഫിറുകളല്ലാത്തവരായി ഞങ്ങൾ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ഞങ്ങളിലാകട്ടെ ദീനിൻ്റെ ആവേശമുണ്ട്, ജിഹാദിൻ്റെ തിളപ്പുമുണ്ട്. ഞങ്ങൾ വാളുപയോഗിച്ച് ഈ തെറ്റിപ്പോയ ആളുകളെ മുഴുവൻ നേരായ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഖവാരിജികൾ കർമ്മരംഗത്തിറങ്ങുന്നത്. അവരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ യുദ്ധം മുതൽ ഓഹരി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ കടന്നു വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഹമ്മദ് നീ നീതി പാലിക്കണം എന്ന് പറയുകയും ചെയ്തു. പ്രവാചകനോട്, നീതിയുടെ ലോകത്തിൽ ഏറ്റവും വലിയ പ്രത്യക്ഷമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പറയുന്നത്, മുഹമ്മദ് നീ നീതി പാലിക്കണം. ആ നീതി പാലിക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അല്പം കടുപ്പിച്ച് സംസാരിക്കുകയും ഞാനല്ലാതെ പിന്നെ ആരാണ് നീതി പാലിക്കുക എന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം പിരിഞ്ഞു പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ മനസ്സുള്ള ആളുകൾ, ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ, ഇദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറകൾ നിങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അവരുടെ മതം കണ്ടാൽ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ജീവിതത്തിലൊന്നും മതത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്ന്. അവരുടെ നമസ്കാരം കണ്ടാൽ നിങ്ങളുടെ നമസ്കാരം ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. അവർ വളരെ സുന്ദരമായി ഖുർആൻ പാരായണം ചെയ്യും. പക്ഷേ ആ ഖുർആൻ ഒരിക്കലും അവരുടെ തൊണ്ടക്ക് താഴേക്ക് ഇറങ്ങുകയില്ല. അവർ മതത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകും, അമ്പ് ഉരുവിൽ നിന്ന് തെറിച്ചു പോകുന്നത് പോലെ. അമ്പ് ഒരു ഉരുവിനെ തുളച്ച് പുറത്തേക്ക് കടന്നാൽ അതിൻ്റെ ഒരു കഷ്ണം മാംസം പോലും ആ അമ്പിൽ ബാക്കിയുണ്ടാവുകയില്ല. ഇതേപോലെ ദീനിൽ നിന്ന് ഇവർ പുറത്തേക്ക് പോകും, അവരിൽ ദീനിൻ്റെ യാതൊന്നും ശേഷിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമുണ്ട്. ഈ പ്രവചനത്തിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ ഇത് ഖവാരിജുകളെ കുറിച്ചുള്ള പ്രവചനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം തങ്ങളാണ് മതപരമായി ഏറ്റവും ഉയർന്ന വിശുദ്ധിയിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുകയും
മുസ്ലിം സമൂഹത്തിൻ്റെ നേതാക്കളും അണികളുമെല്ലാം വഴിപിഴച്ചു പോയിരിക്കുന്നു എന്ന് സിദ്ധാന്തിക്കുകയും അവരെ വാളുപയോഗിച്ച് ശരിയാക്കാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് എന്ന് സിദ്ധാന്തിക്കുകയും ചെയ്യുന്നൊരു വിഭാഗം ഖവാരിജുകൾ എന്ന പേരിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഖവാരിജുകളെ അലി റളിയല്ലാഹു അൻഹു നാട് കടത്തി. അവരോട് ഒരു സ്ഥലത്ത് പോയി തമ്പു കെട്ടി താമസിക്കാൻ പറഞ്ഞു. മുസ്ലിം സമൂഹത്തിനുള്ളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് എങ്ങനെയാണ് ഇത്തരം ചിന്തകൾ തുടങ്ങുന്നത് എന്ന് ചരിത്രപരമായി മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ തന്നെ പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു അവരിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. അവരുടെ പിഴവെന്താണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളുടെ ക്യാമ്പിലേക്ക് കടന്നു പോകുന്ന രംഗം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിശദമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കടന്നു വന്ന സമയത്ത് ഖവാരിജികൾ ചോദിച്ചു എന്നാണ്, ആരാണിപ്പോൾ വരുന്നത്? ഇബ്നു അബ്ബാസോ? നല്ല കുപ്പായലിട്ടിട്ടുണ്ടല്ലോ, നല്ല കുപ്പായലിട്ടിട്ടാണല്ലോ വരവ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഖവാരിജികൾ പറഞ്ഞു എന്നാണ്. അതിൽ ഒരുപാട് ദുസ്സൂചനകൾ ഉണ്ടായിരുന്നു. ഇബ്നു അബ്ബാസിന് ദീനില്ല, അദ്ദേഹം സുഖജീവിതം നയിക്കുകയാണ്. നല്ല വസ്ത്രം അണിഞ്ഞൊരുങ്ങിയിട്ടാണ് ഇബ്നു അബ്ബാസിൻ്റെ നടപ്പ്. തലച്ചോറിൽ മുഴുവൻ ദുന്യാവാണ്. പരലോകത്തിൻ്റെ യാതൊരു ലാഞ്ചനയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കടന്നു വന്ന സമയത്ത് തന്നെയുള്ള ആക്ഷേപം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് തിരിച്ചു പറഞ്ഞു, തീർച്ചയായും ഞാൻ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് അനുവദനീയമാക്കിയ അലങ്കാരങ്ങൾ അവർക്ക് ഹറാമായി പ്രഖ്യാപിക്കാൻ ആർക്കാണ് അവകാശമെന്ന് പരിശുദ്ധ ഖുർആൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് തിരിച്ചു ചോദിക്കുന്നു. അതിനുശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുന്ന എന്താ നിങ്ങളുടെ പ്രശ്നം? അവർ പറയുന്നു, അലി റളിയല്ലാഹു അൻഹു മധ്യസ്ഥന്മാരെ സ്വീകരിച്ചു, ഹുക്കുമ് പറയാനുള്ള അവകാശം പടച്ചോന് മാത്രമാണ്, എങ്ങനെ പിന്നെ അലി റളിയല്ലാഹു അൻഹു ഈ മധ്യസ്ഥന്മാരെ അത് ഏൽപ്പിച്ചു? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, നിങ്ങൾക്കറിയില്ലേ ഒരു കുടുംബത്തിനകത്ത് പ്രശ്നമുണ്ടായാൽ പോലും മധ്യസ്ഥന്മാരെ ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടിട്ടില്ലേ? അവിടെ ചെറിയൊരു കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കാൻ മധ്യസ്ഥന്മാരെ നിയോഗിക്കാമെങ്കിൽ എന്തുകൊണ്ട് വിശാലമായ ഇസ്ലാമിക രാഷ്ട്രത്തിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മധ്യസ്ഥന്മാരെ നിയോഗിച്ചുകൂടാ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നു. ഈ തിരിച്ചു ചോദിച്ച ചോദ്യത്തോടു കൂടി അവർ നിശബ്ദരാകുന്നു. അതിനുശേഷം അവർ അടുത്ത പ്രശ്നം പറയുന്നു. പ്രശ്നമെല്ലാം ഭീകരാണ്. അലി റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നിലയുറപ്പിച്ച മുസ്ലിങ്ങളുടെ ഭാര്യമാരെ അടിമ സ്ത്രീകളായി ഏറ്റെടുക്കുന്നില്ല? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ പ്രത്യേകമായി കിടക്കണം എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ ചോദ്യം നിങ്ങൾ വീണ്ടും കേൾക്കും കുറച്ച് കഴിയുമ്പോൾ. എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ച മുസ്ലിങ്ങളുടെ സ്ത്രീകളെ ഇവർ അടിമ സ്ത്രീകളായി ഉപയോഗിക്കുന്നില്ല, ഏറ്റെടുക്കുന്നില്ല എന്നതായിരുന്നു അവരുടെ ചോദ്യം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് അത്ഭുതത്തോടു കൂടി തിരിച്ചു ചോദിച്ചു, ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യമോ? ആയിഷ റളിയല്ലാഹു അൻഹ സത്യവിശ്വാസികളുടെ മാതാക്കളാണ് എന്നും മാതാക്കളുമായി ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല എന്നും നിങ്ങൾക്കറിയില്ലേ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് തിരിച്ചു ചോദിക്കുന്നു. ഇങ്ങനെ ഇവരുടെ ഓരോ വാദങ്ങളും കേൾക്കുകയും അതിന് കൃത്യമായി മറുപടി പറയുകയും ചെയ്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു പോന്നതോടുകൂടി ആ ക്യാമ്പിലുണ്ടായിരുന്ന 1/3 ആളുകൾ ഖവാരിജുകളുടെ വികലമായ വാദങ്ങൾ ഉപേക്ഷിച്ച് മുസ്ലിം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നു. ബാക്കിയുള്ളവർ അവിടെ തമ്പടിച്ചു. അതിനടുത്തുകൂടി ആളുകൾക്ക് നടന്നു പോകാൻ കഴിയാതായി. അതിന് സമീപത്തുകൂടി കടന്നുപോയ സഹാബിമാരെ പോലും അവർ അറുകൊല ചെയ്തു എന്നും തന്നെ പറയണം. പ്രഗത്ഭനായ ആ കാലഘട്ടത്തിൽ അതിലൂടെ കടന്നുപോയ ഒരു മുസ്ലിമിന്റെ കുടുംബത്തോട് ഖവാരിജികൾ എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. അവരെ തടഞ്ഞു വെച്ചിട്ട് ഖവാരിജികൾ ചോദിച്ചു, എന്താണ് അലി റളിയല്ലാഹു അൻഹു ഖലീഫയാണെന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു സത്യവിശ്വാസിയാണ് എന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഉണ്ട്. അലി റളിയല്ലാഹു അൻഹു പടച്ചവന് വളരെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ശിഷ്യനാണ്. അപ്പോൾ അവര് അലി റളിയല്ലാഹു അൻഹു കാഫിറാണ് എന്ന് അംഗീകരിക്കാത്തവനും കാഫിറാണ് എന്ന് പറയുകയും ഒരാടിനെ അറുക്കുന്നത് പോലെ അദ്ദേഹത്തെ അറുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ആടിനെ അറുക്കുന്നത് പോലെ എന്ന് ഇസ്ലാമിക ചരിത്രകാരന്മാർ പറയാൻ പ്രത്യേകമായ കാരണങ്ങളുണ്ട്. കാരണം ഇസ്ലാമിൽ മനുഷ്യരെ ഒരു സന്ദർഭത്തിലും അങ്ങനെ കൊലപ്പെടുത്തുന്ന രീതിയില്ല. വധശിക്ഷ എന്ന നിലക്ക് ആളുകളുടെ കഴുത്ത് വെട്ടുന്നത് പോലും പിറകുവശത്ത് നിന്നാണ് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം. പിന്നെയുള്ളത് യുദ്ധത്തിലുള്ള നേരിട്ടുള്ള കൊലപാതകമാണ്, അല്ലെങ്കിൽ ബന്ദികളുടെ കൊലപാതകമാണ്. ഇവിടെയൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ലാത്തൊരു രീതിശാസ്ത്രമാണ് കന്നുകാലികളെ അറക്കുന്നത് പോലെയുള്ള അറവ്. കന്നുകാലികൾ അറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മുൻവശത്ത് കത്തി വെച്ചിട്ട് ഇങ്ങനെ ആണ് ആ കന്നുകാലികളെ അറക്കുന്നത്.
അങ്ങനെ ഇദ്ദേഹത്തെ ഇവർ അറുത്തു, അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തി, അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ആ ഭാര്യയുടെ വയറ് പിളർന്നു, കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തിട്ടു, എല്ലാം ചെയ്തു. എന്നിട്ട് ചരിത്രകാരന്മാർ പറയുന്ന കാര്യമുണ്ട്, ഇതെല്ലാം ചെയ്ത ശേഷം ഖവാരിജികൾ ഒരു വഴിയിലൂടെ പോയി. ആ വഴിയിലൂടെ പോയ സമയത്ത് ഒരു ക്രിസ്ത്യാനിയുടെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് തൂങ്ങി നിന്നിരുന്ന മുന്തിരിയിൽ നിന്ന് അല്പമെടുത്ത് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഭക്ഷിച്ചു. അങ്ങനെ ഭക്ഷിച്ച സമയത്ത് ഖവാരിജികളുടെ തലവൻ ക്ഷുഭിതനായി എന്നാണ്. ഖവാരിജികളുടെ തലവൻ ക്ഷുഭിതനായിക്കൊണ്ട് ചോദിച്ചു, അത് അന്യന്റെ സ്വത്താണ്, ആ സ്വത്ത് അയാളോട് അനുവാദം ചോദിക്കാതെ എടുത്തു തിന്നാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കുകയും അദ്ദേഹത്തോട് ഇയാളോട് ക്ഷമ ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം. ഇത് ദീനിന്റെ ഒരു തലകുത്തി നിൽപ്പാണ്. നേരെ മുന്നിൽ, അവരുടെ തൊട്ട് മുന്നിൽ ഒരു മുസ്ലിമിനെ ഒരു ആടിനെ അറക്കുന്നത് പോലെ അറക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തുകയും ഗർഭിണിയായിരുന്ന അവരുടെ വയർ കുത്തി തുറന്ന് കുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്ത സമയത്ത് അത് മതവിരുദ്ധമാണ് എന്ന് തോന്നാത്ത ആളുകൾക്ക് ഒരു തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് തൂങ്ങി നിന്ന മുന്തിരി വള്ളിയിൽ നിന്ന് 2 മുന്തിരി പറിച്ച് തിന്നുന്നത് മതവിരുദ്ധമാണ് എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിയിട്ട് അതിന്റെ പേരിൽ തന്റെ കൂടെയുള്ള ആളുടെ പേരിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുവാൻ നേതാവ് സന്നദ്ധനാകുന്നു. ഇതായിരുന്നു അവരുടെ തലച്ചോറിലുള്ള മതം. അപ്പോൾ അവർക്ക് മതമില്ലാഞ്ഞിട്ടല്ല, മതബോധമില്ലാഞ്ഞിട്ടുമല്ല, ഹറാമുകളെ കുറിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടുമല്ല, ആരാന്റെ തോട്ടത്തിൽ നിന്ന് ചെറിയ ഒരു മുന്തിരി പറിച്ച് തിന്നുന്നത് പോലും ഹറാമാണ് എന്ന ബോധ്യം അവർക്കുണ്ട്. പക്ഷേ നേരത്തെ ചെയ്തത് മുഴുവൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തികളാണ് എന്നതാണ് അവരുടെ വിചാരം. ആ വിചാരത്തിന് അടിസ്ഥാനമാകുന്നത് ജിഹാദിനെ കുറിച്ചുള്ള അവരുടെ സങ്കല്പമാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ, യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രം അനിവാര്യമായ സന്ദർഭങ്ങളിൽ നടത്തേണ്ട ഒരു സൈനിക മുന്നേറ്റമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഏത് സമയത്തും നമ്മുടെ മുന്നിൽ കാണുന്ന അനീതികളെ നീക്കം ചെയ്യാൻ നിരന്തരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു സങ്കേതമാണ് സായുധ പോരാട്ടം എന്നവർ ധരിച്ചു പശാവുകയും തങ്ങൾക്ക് ചുറ്റുമുള്ള മുസ്ലിങ്ങൾക്കെതിരിൽ തന്നെ ഈ ആയുധങ്ങൾ നിരന്തരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. ഈ ഖവാരിജികൾ പിന്നീട് സമൂഹത്തിൽ പ്രശ്നമാവുകയും നഹ്റുവാൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹു അവരെ തോൽപ്പിക്കുകയും അവർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പലായനം നടത്തുകയും എല്ലാം ചെയ്തതാണ് പിൽക്കാല ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും യുദ്ധത്തെ, ആയുധത്തെ ഒരു തത്വശാസ്ത്രമായി സ്വീകരിക്കുകയും തങ്ങൾക്ക് ചുറ്റുമുള്ള മുസ്ലിങ്ങളെ തന്നെ കാഫിറുകളായി പ്രഖ്യാപിക്കുകയും അവരെ അറുകൊല ചെയ്യുന്നത് പുണ്യമാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഖവാരിജികളുടെ ഉദയത്തോടു കൂടിയാണ്. പിന്നീട് നമ്മൾ മുസ്ലിം ലോകത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മുഴുവൻ കലാപങ്ങളുടെ ചരിത്രമാണ്. കലാപങ്ങളുടെ നൈരന്തര്യമാണ് അതിനുശേഷമുള്ള ഇസ്ലാമിക ചരിത്രം എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഒരു ഭരണാധികാരി ഉണ്ടാകുന്നു, ആ ഭരണാധികാരിക്ക് ഇന്ന തകരാറുകളുണ്ട് എന്ന് മറ്റാരെങ്കിലും ആരോപിക്കുന്നു, ആ ആരോപണം ഒരു ജിഹാദായി മാറുന്നു. അവരുടെ ഭാഷയാണ് ഞാൻ പറയുന്നത്. ഒരു ജിഹാദായി മാറുന്നു. ആ ജിഹാദ് വഴി ഭരണാധികാരിയെ അട്ടിമറിക്കുന്നു. അപ്പോഴടുത്ത ഭരണാധികാരി വരുന്നു, ആ ഭരണാധികാരി കുറച്ചു കാലം ഭരിക്കുന്നു, അയാൾക്ക് എന്തെങ്കിലും തകരാറുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നു, അയാൾക്കെതിരെ കലാപമുണ്ടാകുന്നു, അയാൾ അട്ടിമറിക്കുന്നു, അതും ജിഹാദാണ് എന്ന് പറയുന്നു, വീണ്ടും അടുത്ത ഭരണാധികാരി പ്രതിഷ്ഠിക്കപ്പെടുന്നു. ഇങ്ങനെ ഭരണാധികാരിക്ക് കുറ്റവും കുറവുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണാധികാരിക്കെതിരെയുള്ള നിരന്തരമായ യുദ്ധങ്ങളുടെ ചരിത്രമാണ് പിന്നീടുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ഇവിടെ നിരന്തരം കലാപങ്ങൾ കൊണ്ട് മുസ്ലിം സമൂഹം അടയാളപ്പെടുത്തപ്പെട്ട സമയത്ത് ഒരു ഇടപെടൽ, വളരെ ശ്രദ്ധേയമായ ഒരു ഇടപെടൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അസ്ഹാബുൽ ഹദീത്ത് എന്ന് വിളിക്കപ്പെട്ട ഒരു വിഭാഗം പണ്ഡിതന്മാരിൽ നിന്നാണ്. അസ്ഹാബുൽ ഹദീത്ത് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ രൂപപ്പെട്ടു വന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളോ ഖലീഫമാരുടെ അഭിപ്രായങ്ങളോ അല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും മടങ്ങുകയാണ് മതപരമായി എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായാലും നമ്മൾ ചെയ്യേണ്ടത്. ഹദീസുകളിലേക്ക് മടങ്ങിക്കൊണ്ട് മാത്രമേ നമ്മുടെ ഇഹലോകവും പരലോകവും നമുക്ക് സുരക്ഷിതമാക്കാൻ കഴിയൂ എന്ന് വാദിക്കുകയും ഹദീസുകൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവം പരിശ്രമിക്കുകയും ചെയ്ത പണ്ഡിതന്മാരാണ് അസ്ഹാബുൽ ഹദീസിന്റെ പണ്ഡിതന്മാർ. ഈ അസ്ഹാബുൽ ഹദീസിന്റെ പണ്ഡിതന്മാരാണ് പിൽക്കാലത്ത് സലഫികൾ എന്നറിയപ്പെട്ടതും സലഫി ചിന്താധാരക്ക് മുസ്ലിം ലോകത്ത് ജന്മം നൽകിയതും അതിനെ ഒരു പ്രസ്ഥാനമായി വികസിപ്പിച്ചു കൊണ്ടുവന്നതുമെല്ലാം അസ്ഹാബുൽ ഹദീസ് എന്ന ആദിമകാലത്ത് അറിയപ്പെട്ട പണ്ഡിതന്മാരായിരുന്നു എന്നതാണ് സത്യം. അസ്ഹാബുൽ ഹദീസിന്റെ പണ്ഡിതന്മാർ ഈ കലാപങ്ങളുണ്ടായ സമയത്ത് മുസ്ലിം സമൂഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പണ്ഡിതന്മാർ പറഞ്ഞത്, ഭരണാധികാരികൾക്കെതിരിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കലാപങ്ങൾ ജിഹാദാണ് എന്നത് നിങ്ങളുടെ കേവലമായ തെറ്റിദ്ധാരണയാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിവാര്യമായ സന്ദർഭത്തിൽ മദീനയുടെ സംരക്ഷണത്തിന് വേണ്ടി നിർവഹിച്ചതാണ്.
ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഫിത്തനയാണ്, ഫസാദാണ്, ജിഹാദല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഈ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കലാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇത്തരം കലാപങ്ങളിൽ ഭാഗവാക്കാവുകയോ കയ്യിൽ ആയുധമെടുക്കുകയോ ചെയ്തുകൂടാ. നിങ്ങൾക്ക് ചുറ്റുമുള്ള മുസ്ലിം സഹോദരങ്ങളെ തന്നെ നിങ്ങളുടെ കത്തിക്കിരയാക്കുകയും അതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മൂഢസങ്കല്പം മാത്രമാണ്. എന്നിട്ട് ആ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ ആ ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. അവർ ചോദിച്ചു, എന്താ നിങ്ങളെ പ്രശ്നം? ഭരണാധികാരിക്ക് പ്രശ്നമുണ്ട്, എന്നിട്ട് നിങ്ങൾ കലാപം ഉണ്ടാക്കുന്നു, കലാപം ഉണ്ടാക്കിയിട്ട് അയാളെ മാറ്റുന്നു, എന്നിട്ട് പകരം ആര് വരുന്നു? വേറൊരാൾ വരുന്നു. ആദ്യം ഉണ്ടായിരുന്ന ആൾ മനുഷ്യനാണ്, മനുഷ്യനായതുകൊണ്ടാണ് അയാൾക്ക് തെറ്റുള്ളത്. നിങ്ങൾ അയാളെ മാറ്റുന്നു, പുതിയൊരാളെ പ്രതിഷ്ഠിക്കുന്നു, അയാളും മനുഷ്യനാണ്. അയാൾ മനുഷ്യനായതുകൊണ്ട് അയാൾക്കും കുഴപ്പമുണ്ടാവും സ്വാഭാവികമായും. അയാൾക്ക് എന്തേ കുഴപ്പം കണ്ടിട്ട് നിങ്ങൾ കലാപം ഉണ്ടാക്കുന്നു, അയാളെ മാറ്റുന്നു, പിന്നീട് വരുന്നത് മനുഷ്യൻ തന്നെയാണ്. മലക്കുകളെയല്ല നിങ്ങൾ ഭരണാധികാരികളായി നിശ്ചയിക്കുന്നത്, മനുഷ്യരെയാണ്. കലാപങ്ങൾ വഴി ആ ഭരണാധികാരികളുടെ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചാൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ നിങ്ങൾക്ക് സമയമുണ്ടാകൂ എന്ന് ഈ പണ്ഡിതന്മാർ അവിടെയുണ്ടായിരുന്ന വിശ്വാസികൾ അതിശക്തമായി ഉത്ബോധിപ്പിച്ചു. അതുകൊണ്ടാണ് ഓറിയന്റലിസ്റ്റുകളുടെ പുസ്തകങ്ങളിൽ അസ്ഹാബുൽ ഹദീസിന്റെ ആളുകൾ പെസിഫിസിസ്റ്റ് എന്ന പേരിൽ, എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നത്. സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ആഹ്വാനം ചെയ്ത ആളുകളായി ഈ പണ്ഡിതന്മാർ അക്കാദമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ വ്യവഹരിക്കപ്പെടാനുള്ള കാരണം ഇതാണ്. ഈ പണ്ഡിതന്മാർ ഇത് പറയാൻ വേണ്ടി ശ്രമിച്ചു. അത് പറയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ പണ്ഡിതന്മാർക്ക് ദീനില്ല എന്നും അവർക്ക് ജിഹാദിന്റെ ആവേശമില്ല എന്നും അവർ ദുന്യാവിന്റെ സുഖജീവിതം തലച്ചോറിലേക്ക് കയറ്റിയവരാണ് എന്നും എല്ലാം സിദ്ധാന്തിക്കാനുള്ള പരിശ്രമങ്ങൾ മറുവശത്തുണ്ടായി. അങ്ങനെ മുസ്ലിം ലോകത്ത് കലാപങ്ങളെ സിദ്ധാന്തവൽക്കരിക്കുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരും കലാപങ്ങൾ ഇസ്ലാമിന്റെ രീതിയല്ല എന്ന് പഠിപ്പിക്കുന്ന വേറൊരു വിഭാഗം പണ്ഡിതന്മാരും ഉണ്ടായി. ഈ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രഗത്ഭനായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അഹ്മദ് ബിൻ ഹംബലാണ് അസ്ഹാബുൽ ഹദീസിനെ വളരെ കോൺക്രീറ്റ് ആയ ഒരു ചിന്താധാരയായി മുസ്ലിം ലോകത്ത് പ്രതിഷ്ഠിക്കുന്നത്. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. അബ്ബാസി ഖലീഫയായിരുന്ന മഅ്മൂനിന്റെ കാലത്താണ് അദ്ദേഹത്തിന്റെ ജീവിതം. ഖലീഫ മഅ്മൂൻ അഹ്മദ് ബിൻ ഹംബലിനെ വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട്. പറഞ്ഞു വന്നത്, അസ്ഹാബുൽ ഹദീസിന്റെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹം ജീവിക്കുന്നത് ഖലീഫ മഅ്മൂൻ്റെ കാലത്താണ്. ഖലീഫ മഅ്മൂൻ അഹ്മദ് ബിൻ ഹംബലിന് അദ്ദേഹത്തിൻ്റെ മതവീക്ഷണങ്ങളുടെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനാക്കിയ വ്യക്തിയാണ്. അദ്ദേഹം ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന വാദം അഹ്മദ് ബിൻ ഹംബൽ അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അതിക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കി മഅ്മൂൻ്റെ പടയാളികൾ. എന്നാൽ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുമ്പോഴും മഅ്മൂനിനെതിരെ ഒരു കലാപമുണ്ടാക്കാൻ അഹ്മദ് ബിൻ ഹംബൽ ഒരിക്കലും ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന വസ്തുത വളരെ ശ്രദ്ധേയമാണ്. ഖലീഫ മഅ്മൂനിൻ്റെ മതപരമായ വീക്ഷണങ്ങളോട് വിയോജിക്കുമ്പോൾ പോലും ഭരണാധികാരി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ശ്രമിക്കുകയും ആയുധത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഭരണാധികാരിയോട് സംസാരിക്കാതിരിക്കുകയും ചെയ്തു എന്നതാണ് അഹ്മദ് ബിൻ ഹംബലിൻ്റെ നിലപാടുകളുടെ ഏറ്റവും വലിയ സവിശേഷത. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ചരിത്രത്തിൽ ഹംബലികൾ എന്നറിയപ്പെട്ടത്. ഹംബലികൾ എന്നും സലഫികൾ എന്നും പരസ്പരം മാറി മാറി ഉപയോഗിക്കുന്നത് ഇസ്ലാമിക ചർച്ചകളിൽ വളരെ സാധാരണമാണ്. ഹംബലി മദ്ഹബ് ആണ് സലഫി മൻഹജിനോട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്നത് എന്ന് വാദിക്കപ്പെടാനുള്ള ഒരു കാരണം യഥാർത്ഥത്തിൽ ഇതാണ്. അഹ്മദ് ബിൻ ഹംബൽ സലഫി അടിത്തറകളിൽ വളരെ പ്രത്യക്ഷമായി തന്നെ എല്ലാ രംഗത്തും നിലകൊണ്ടിരുന്നൊരു പണ്ഡിതനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കർമ്മശാസ്ത്ര സരണിക്ക് സലഫി രീതികളുമായി കൂടുതൽ സാധർമ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതെന്തു തന്നെയായിരുന്നാലും ആ ധാര മുസ്ലിം ലോകത്ത് അതുപോലെ തന്നെ നിലനിന്നു. ഇവിടെ ചരിത്രത്തിൽ മുസ്ലിം ലോകത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അത് ഒന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഒന്നാമത്തെ ധാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച സായുധ ജിഹാദുകളെ ദുർവ്യാഖ്യാനിക്കുകയും നിരന്തരമായി സായുധ പോരാട്ടങ്ങൾ നടത്തുകയാണ് മുസ്ലിങ്ങളുടെ ദൗത്യമെന്ന് വാദിക്കുകയും മുസ്ലിം സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം വാൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കലാപമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തൊരു ധാര.
ഈ ധാര ആരംഭിക്കുന്നത് അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന ഒരു ജൂതനിൽ നിന്നാണ്. അദ്ദേഹം പ്രചരിപ്പിച്ച തത്വശാസ്ത്രമാണ് ഖവാരിജികളിലേക്ക് പടർന്നതും ഖവാരിജികളിൽ നിന്ന് മുസ്ലിം സമൂഹത്തിന്റെ വ്യത്യസ്ത വിഭാഗങ്ങളിലേക്ക് കയറിപ്പോയതും. ഒരു ജൂതന്റെ തലച്ചോറിൽ നിന്ന് ഉണ്ടായി വന്ന ആശയമാണ് കലാപത്തിന്റെ തത്വശാസ്ത്രം എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ പരിശുദ്ധ ഖുർആനോ പഠിപ്പിച്ച ഒരു ആശയമല്ല അത്. അവിടെ ഒരു ജൂതന്റെ തലച്ചോറിലുണ്ടായ ആശയം വളരെ സമർത്ഥമായി ഇസ്ലാമിന്റെ കുപ്പായമിടുകയും ജിഹാദ് എന്ന ബോർഡ് വെക്കുകയും സ്വർഗത്തിന്റെ വാഗ്ദാന ഷീട്ടുകൾ നൽകുകയും ചെയ്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ നിരന്തരമായി നിലനിന്നു. മറുവശത്ത് ഈ തന്ത്രത്തെ വളരെ സമർത്ഥമായി തിരിച്ചറിയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ജിഹാദ് ഇതല്ല എന്ന് മനസ്സിലാക്കുകയും മുസ്ലിം സമൂഹത്തെ ഇത്തരം കലാപ ശ്രമങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവം പരിശ്രമിക്കുകയും ചെയ്ത അസ്ഹാബുൽ ഹദീത്തിന്റെ ധാര, അഹ്മദ് ബിൻ ഹംബലിന്റെ ധാര. ചരിത്രം മുന്നോട്ട് പോകുന്നു. ആ ചരിത്രത്തിലാണ് നമ്മൾ വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മുസ്ലിം ലോകത്തെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുകയും മുസ്ലിം ലോകത്തെ വിശ്വാസ വ്യതിയാനങ്ങൾക്കെതിരെ ശക്തമായി പോരാടുകയും ചെയ്ത മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അത്രയും ആഴവും പരപ്പും പ്രാഗൽഭ്യവുമുള്ളൊരു പണ്ഡിതൻ അദ്ദേഹത്തിന് ശേഷം ഇക്കാലയളവിനുള്ളിൽ എപ്പോഴെങ്കിലും ജീവിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക വിധത്തിൽ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കണ്ടുകിട്ടപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് തന്നെ അക്കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതം ചരിത്രത്തിലെ മുസ്ലിം ചരിത്രത്തിലെ പ്രത്യേകമായൊരു സന്നിഗ്ധാവസ്ഥയിലാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരിക്കുന്ന സമയത്ത് അബ്ബാസി ഖിലാഫത്ത് നിലം പൊത്തുകയും ആ സ്ഥാനം താർത്താരികൾ കൈയടക്കുകയും ചെയ്ത സമയമാണ്. മംഗോളുകൾ എന്നറിയപ്പെട്ട ആളുകൾ അവർ മുസ്ലിം നാടുകളിലേക്ക് അധിനിവേശങ്ങൾ സംഘടിപ്പിക്കുകയും അബ്ബാസി ഖലീഫമാരെ സ്ഥാനഭ്രഷ്ടരാക്കുകയും സ്വയം മുസ്ലിം ലോകത്തിന്റെ ഭരണാധികാരികളായി അവരോധിക്കുകയും ചെയ്ത സമയം. ഈ മംഗോളുകൾ മുസ്ലിം സമുദായത്തിന്റെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് ഖിലാഫത്ത് അവകാശപ്പെട്ടുകൊണ്ട് കടന്നു വന്ന ആളുകൾ അവർ അബ്ദുല്ലാഹിബ്നു സബഇനെ പോലുള്ളവർ തന്നെയാണ് എന്നും അവർ യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നും ഇസ്ലാം സ്വീകരിച്ചു എന്നത് മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിക്കുവാനുള്ള അവരുടെ വ്യാജമായ അവകാശവാദമാണ് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ നിരീക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. അബ്ബാസി ഖലീഫമാരെ സ്ഥാനഭ്രഷ്ടരാക്കി മുസ്ലിം ലോകത്തിന്റെ അധികാരം കയ്യിലെടുത്തിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അവിശ്വാസികളാണ്. അവർ മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ കുപ്പായമിടുന്നു എന്ന് മാത്രമേയുള്ളൂ. അവർ ഖലീഫയാണ് എന്ന് പ്രഖ്യാപിക്കുക വഴി സമുദായത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ശേഷം ഈ ഭരണം ഏറ്റെടുത്തു എന്ന് പറയുന്ന ആളുകൾ മുസ്ലിങ്ങളല്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ഒരുപാട് തെളിവുകൾ അദ്ദേഹം ഹാജരാക്കി. എന്നിട്ട് അദ്ദേഹം മുസ്ലിം സമുദായത്തോട് പറഞ്ഞു, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഒരു ഖലീഫയുണ്ടായിരുന്നു, അബ്ബാസി ഖലീഫ. ആ ഖലീഫയെ ഒരു സംഘം ആളുകൾ ആ ഖലീഫയ്ക്കെതിരെ കലാപമുണ്ടാക്കി നമ്മുടെ നാട് അസ്ഥിരപ്പെടുത്തി. ഇങ്ങനെ അസ്ഥിരപ്പെടുത്തുന്ന സമയത്ത് വിശ്വാസികളുടെ ബാധ്യത ഭരണാധികാരിയുടെ കൂടെ നിൽക്കുകയാണ്. ആരാണ് ഭരണാധികാരി? ഖലീഫ. ആ ഖലീഫ തന്നെയാണ് നമ്മുടെ ഖലീഫ. കാരണം ഈ അവിശ്വാസികൾ ഇസ്ലാമിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് വ്യാജമായ അധികാരം അവകാശപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മുസ്ലിം ലോകത്തെ തന്നെ നശിപ്പിക്കുവാനുള്ള ശത്രുവിന്റെ ഗൂഢാലോചനയാണ്. ഖിലാഫത്ത് ഈ ആളുകളുടെ കൈകളിലേക്ക് കൈമാറി എക്കാലത്തേക്കും മുസ്ലിങ്ങളെ നശിപ്പിക്കുവാനുള്ള ഗൂഢാലോചന. അവിടെ നാം നമ്മുടെ ഭരണാധികാരിയുടെ കൂടെ നിൽക്കണം. ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇവർ സ്ഥാനഭ്രഷ്ടനാക്കാൻ ശ്രമിച്ച ഖലീഫമാരാണ്. അവരുടെ കൂടെ നിന്നുകൊണ്ട് ഈ അധിനിവേശകാരികൾക്കെതിരെ നമ്മൾ പോരാടണം. ആ പോരാട്ടം ജിഹാദാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പ്രഖ്യാപിച്ചു. അദ്ദേഹം സ്വയം ആയുധമെടുക്കുകയും പോരാട്ടങ്ങളിൽ പങ്കുചേരുകയും മുസ്ലിം ചെറുപ്പക്കാരെ ജിഹാദിനു വേണ്ടി പ്രചോദിപ്പിക്കുകയുമെല്ലാം ചെയ്തു. ഇവിടെ ചരിത്രത്തിൽ നമുക്ക് മൂന്നാമതൊരു നിലപാട് കണ്ടെത്താൻ കഴിയുന്നു. അതുവരെ ചരിത്രത്തിലുണ്ടായത് ഒരു വശത്ത് കലാപങ്ങളാണ്, മറുവശത്ത് കലാപങ്ങൾക്കെതിരെ സംസാരിച്ച സലഫി പണ്ഡിതന്മാരുമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കാലമെത്തിയപ്പോൾ അനിവാര്യമായി ജിഹാദിന്റെ രൂപത്തിൽ തന്നെ മുസ്ലിങ്ങൾ ആയുധമെടുക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടാവുകയും ആ സന്ദർഭത്തിൽ ഭരണാധികാരിക്ക് വേണ്ടിയുള്ള യുദ്ധം എന്ന നിലയിൽ തന്നെ സമുദായം ആയുധമെടുക്കണമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. അന്ന് ഇബ്നു തൈമിയ എഴുതിയ ഒരുപാട് ഫത്വകളുണ്ട്. ആ ഫത്വകൾ ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടിയാണ്. ഏത് ഫത്വയെയും പോലെ തന്നെ
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ജിഹാദ് സംബന്ധമായ ഫത്വകൾ മുഴുവനും ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ സവിശേഷമായ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അവിടെ അദ്ദേഹത്തിന് മുന്നിൽ ഒരു ശത്രുവുണ്ട്. ആ ശത്രു മുസ്ലിം നാടുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട്. അവർ നാട്ടിൽ വ്യാപകമായി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നുണ്ട്, മുസ്ലിം സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നുണ്ട്, മുസ്ലിങ്ങളുടെ വീടുകൾ തകർക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അവരോടുള്ള മുസ്ലിങ്ങളുടെ നിലപാട് എന്തായിരിക്കണമെന്നാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്വകളിൽ വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും ഒരു യുദ്ധ സന്ദർഭത്തിൽ സ്വന്തം നാട്ടിലേക്ക് ഇരച്ചു കയറി വന്ന് കുഴപ്പമുണ്ടാക്കുന്ന അധിനിവേശകാരികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷ കഠിനമാണ്, അദ്ദേഹത്തിന്റെ ഭാഷ വളരെ കർക്കശമാണ്. അവരോടുള്ള സമീപനം എന്തായിരിക്കണമെന്ന് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് വളരെ കണിശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ജൂതന്മാർ പല രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കിയപ്പോൾ, മുശ്രിക്കുകൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവർക്കെതിരിൽ ഖുർആൻ സംസാരിച്ച ശൈലി കടമെടുത്തുകൊണ്ട് തന്നെയാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ മുഴുവൻ നൽകുന്നത്. ഇതൊരു കാര്യം, ഇത് അവിടെ നിൽക്കുന്നു. അവിടെ നിന്നിങ്ങോട്ട് മുസ്ലിം ലോകത്ത് പല രീതിയിലുള്ള ചിന്താ മുന്നേറ്റങ്ങളും തടസ്സങ്ങളും പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടായി. ഈ മൂന്ന് വിഷയങ്ങളെക്കുറിച്ചുള്ള കൃത്യമായൊരു ധാരണയോടുകൂടി വേണം നമ്മൾ ഇന്നത്തെ ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശേഷം കുഴപ്പങ്ങൾ ഉണ്ടാകും, കുഴപ്പങ്ങൾക്ക് ശേഷം വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാകും, ആ കുഴപ്പങ്ങൾക്ക് ശേഷം വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ കുഴപ്പങ്ങളുടെ ഭാഗമാകാതെ വീട്ടിൽ പോയി ഇരിക്കാൻ കഴിയുന്നവൻ ആരാണോ അവനാണ് ഉത്തമൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കലാപങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ കലാപങ്ങളിലേക്ക് നടന്നു പോകുന്നവൻ കലാപങ്ങളിലേക്ക് ഓടിപ്പോകുന്നവനേക്കാൾ ഉത്തമനാണ്. ഇങ്ങനെ കലാപങ്ങളുടെ നൈരന്തര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഒട്ടകങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടകങ്ങളെ നോക്കുക, ആടുകളുണ്ടെങ്കിൽ ആടുകളെ നോക്കുക, നിങ്ങൾക്ക് ഭൂമിയുണ്ടെങ്കിൽ ആ ഭൂമിയിൽ കൃഷി ചെയ്യുക, എന്നിട്ട് ആ കലാപങ്ങളിൽ നിന്ന് നിങ്ങൾ മുഖം തിരിക്കുക എന്ന് ഉത്ബോധിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബിമാർ ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങൾക്ക് ഇതൊന്നുമില്ലെങ്കിലോ? നിങ്ങൾക്ക് ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാള് നിലത്ത് കുത്തിപ്പൊട്ടിച്ച് നിങ്ങളുടെ വീട്ടിൽ പോയിരിക്കുക, അതാണ് ഈ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പ്രവാചകന്റെ ഒരു പ്രവചനമാണ്. മുസ്ലിം ലോകത്ത് എക്കാലത്തും കുഴപ്പങ്ങളുണ്ടായ സമയത്ത് സമുദായം മറന്നുപോയൊരു പ്രവചനം. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു വളരെ പ്രഗത്ഭനായ സഹാബിയാണ്, വിശദീകരിക്കേണ്ട കാര്യമില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടരുന്നതിനുള്ള കണിശത കാരണം മുത്തബിഉ സുന്ന എന്ന് വിളിക്കപ്പെട്ട സഹാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇരുന്നാൽ അവിടെ പോയി ഇബ്നു ഉമറും ഇരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയാൽ ആ രീതിയിൽ പ്രവാചകനെ പിന്തുടർന്ന സഹാബി. മുസ്ലിം ലോകത്ത് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ വ്യാപകമായ കലാപങ്ങൾ ഉണ്ടായി. ഭരണാധികാരിയെ നീക്കാനും പുതിയ ഭരണാധികാരിയെ പ്രതിഷ്ഠിക്കാനും തങ്ങളുടേതായ ആശയങ്ങൾ സ്ഥാപിക്കുവാനും വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിലെ പ്രശ്നങ്ങൾ തീർക്കാനും എല്ലാം കലാപങ്ങളും യുദ്ധങ്ങളും. ആ സമയത്ത് കലാപകാരികളിൽ ചിലർ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തെത്തി. എന്നിട്ട് അബ്ദുല്ലാഹിബിൻ ഉമറിനോട് ചോദിച്ചു, എന്ത് മനുഷ്യനാണ്, ഉമറിൻ്റെ മോനാണ്, വലിയൊരു സഹാബിയാണ്, മുസ്ലിങ്ങൾ ഇതാ ഇവിടെ മുഴുവൻ കലാപമുണ്ടാക്കി ഇങ്ങനെ എണ്ണത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ ഈ രംഗത്തൊന്നും കാണുന്നില്ലല്ലോ, എന്താണ് ജിഹാദ് ചെയ്യാത്തത്? എന്താണ് ജിഹാദ് ചെയ്യാത്തത്? ഫിത്ന ഇല്ലാതാകുന്നത് വരെ ജിഹാദ് ചെയ്യണം എന്ന് അള്ളാഹു കൽപ്പിച്ചതല്ലേ എന്ന് ചോദിച്ച സമയത്ത് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു നൽകുന്ന മറുപടി സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഫിത്ന ഇല്ലാതാകാൻ വേണ്ടി പ്രവാചകന്റെ കൂടെ ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ നടക്കുന്നത് ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയുള്ള യുദ്ധങ്ങളാണ്, എനിക്കതിൻ്റെ ഭാഗമാക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ശിഷ്യന്റെ വളരെ കൃത്യമായ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള മറുപടിയാണ്. മറ്റൊരു നിവേദനത്തിൽ, ബുഖാരിയിൽ തന്നെയുള്ള നിവേദനത്തിൽ നമുക്ക് കാണാൻ കഴിയും, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ കുറച്ച് ആളുകൾ വന്നിട്ട് അല്പം പരിഹാസ സ്വരത്തിൽ പറയുന്നു, കൊല്ലം ഹജ്ജും ഉംറയും ചെയ്യുന്നുണ്ടല്ലോ, വർഷം ഒരു കൊല്ലം ഹജ്ജ്, അടുത്ത കൊല്ലം ഉംറ, പിന്നത്തെ കൊല്ലം ഹജ്ജ്, പിന്നത്തെ കൊല്ലം ഉംറ എന്ന രീതിയിൽ മാറി മാറി ചെയ്യുന്ന താങ്കൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടാത്തത്? ഫിത്ന ഇല്ലാതാകുന്നത് വരെ യുദ്ധം ചെയ്യണം എന്ന് അള്ളാഹു പഠിപ്പിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉത്തരം, തീർച്ചയായും ഫിത്ന ഈ നാട്ടിലുണ്ടായിരുന്നു.
ഈ നാട്ടിൽ ഫിത്തനയുണ്ടായിരുന്നു. എന്താണ് ഫിത്തന എന്ന് നിങ്ങൾക്കറിയുമോ? അന്ന് മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവായിരുന്നു, അവിശ്വാസികൾ ഭൂരിപക്ഷമായിരുന്നു. മുസ്ലിങ്ങൾ ആ അവിശ്വാസികളുടെ കൈകളാൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ഇവിടെ മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, മതത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ മർദ്ദിക്കപ്പെട്ടിരുന്നു. അന്ന് ആ പീഡിതരായ മുസ്ലിങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഫിത്തന ഇല്ലാതാകുന്നത് വരെ ഞങ്ങൾ പോരാടിയിട്ടുമുണ്ട്. അതിനുശേഷം മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, മുസ്ലിങ്ങൾ നിർഭയരായി, സുശക്തമായ ഇസ്ലാമിക സമൂഹം നിലവിൽ വന്നു. ഇവിടെ ഫിത്ന ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന മറുപടിയാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു കലാപകാരികൾക്ക് നൽകുന്നത്. ഇവിടെയാണ് കലാപകാരികളുടെ തത്വശാസ്ത്രം സഹാബിമാരുടെ തത്വശാസ്ത്രവുമായി ഏറ്റുമുട്ടുന്നത്. സഹാബിമാർ മനസ്സിലാക്കിയത് മതത്തിന്റെ പേരിൽ മർദ്ദനങ്ങളും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രം പ്രതിരോധത്തിന് വേണ്ടി നടത്തേണ്ട സായുധ പോരാട്ടങ്ങളാണ് ജിഹാദ് എന്നാണ്. അതിൽ വരിക്കുന്ന രക്തസാക്ഷ്യമാണ് ഷഹാദത്ത് എന്നാണ്. അതല്ലാതെ യുദ്ധത്തിനു വേണ്ടി യുദ്ധം എന്നോ എപ്പോഴും കലാപമുണ്ടാക്കേണ്ടതുണ്ട് എന്നോ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത് വാളുകൊണ്ടാണ് എന്നോ സഹാബിമാർ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ കലാപത്തിന്റെ ആളുകൾ അവർ വിചാരിച്ചത് എല്ലാ പ്രശ്നവും ഖുർആൻ പറഞ്ഞ ഫിത്നയാണ് എന്നാണ്, ഖിത്താല് കൊണ്ട് പരിഹരിക്കേണ്ട ഫിത്ന. അവിടെ എന്ത് തരം പ്രശ്നങ്ങൾ ഉണ്ടായാലും അപ്പോഴെല്ലാം കലാപങ്ങളിലേക്ക് പോവുകയാണ് മുസ്ലിം സമൂഹം ചെയ്യേണ്ടത് എന്നവർ സിദ്ധാന്തിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ ആധുനിക കാലഘട്ടത്തിലേക്ക് വരിക. മുസ്ലിം സമൂഹത്തിനെതിരെ ഉണ്ടായ വലിയ പടയോട്ടങ്ങളെക്കുറിച്ച് നമുക്കറിയാം, കുരിശ് യുദ്ധങ്ങളെക്കുറിച്ച്, ആ കുരിശ് യുദ്ധങ്ങൾ വഴി നഷ്ടപ്പെട്ട മുസ്ലിം നാടുകളെക്കുറിച്ച്, അതുവഴി നമ്മുടെ ശത്രുക്കൾ നേടിയെടുത്ത വിജയങ്ങളെക്കുറിച്ച് എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾക്കെതിരായ ഏറ്റവും വലിയ കുരിശ് യുദ്ധം ആരംഭിച്ചത് യഥാർത്ഥത്തിൽ കുരിശ് യുദ്ധങ്ങൾ എന്ന് വിളിക്കപ്പെട്ട സംഭവങ്ങൾ അവസാനിച്ചതിന് ശേഷമാണ്. അത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആനുകാലിക സംഭവ വികാസങ്ങളെ എങ്ങനെ അപഗ്രഥിക്കണം എന്ന വിഷയത്തിൽ നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്നത്. മുസ്ലിം സമുദായത്തിനെതിരെ ഉണ്ടായ ഏറ്റവും വലിയ കുരിശ് യുദ്ധം ഓറിയന്റലിസമാണ്. ഓറിയന്റലിസം എന്ന് വിളിക്കപ്പെട്ട വിജ്ഞാന ശാഖയാണ് മുസ്ലിം സമൂഹത്തിനെതിരിലുണ്ടായ ഏറ്റവും വലിയ കുരിശ് യുദ്ധം. സായുധമായ കടന്നാക്രമണങ്ങളൊന്നുമല്ല. കൊളോണിയൽ യുഗത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും എല്ലാം വ്യത്യസ്ത മുസ്ലിം നാടുകളിലേക്ക് എത്തുകയും ആ മുസ്ലിം നാടുകളിലുള്ള മുസ്ലിം സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ആ പഠനത്തിന്റെ ഭാഗമായി ഇസ്ലാമിൻ്റെ പ്രാഥമിക സ്രോതസ്സുകളിലേക്ക് അറബി ഭാഷയിൽ തന്നെ അവർ കടന്നു ചെല്ലുകയും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രവാചകന്റെ ചരിത്ര ഗ്രന്ഥങ്ങളും അറബിയിൽ തന്നെ ആഴത്തിൽ അവർ പഠനവും മനനവും വഴി പരിചയപ്പെടുകയും എല്ലാം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിശദമായ ഗ്രന്ഥങ്ങൾ അവർ രചിക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ടിലാണ് ഓറിയന്റലിസ്റ്റുകളുടെ ഗ്രന്ഥങ്ങൾ അധികവും വിപണിയിലെത്തുന്നത്. ഓറിയന്റലിസ്റ്റുകൾ പ്രധാനമായും ചെയ്തത് അക്കാദമികമായ പരിവേഷത്തോടുകൂടി അടിക്കുറിപ്പുകൾ നൽകി ഖുർആനും ഹദീസും സീറ ഗ്രന്ഥങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രങ്ങൾ രചിക്കുകയാണ്. ആ ജീവചരിത്രങ്ങൾ ഇന്നും ഉപലബ്ധമാണ്. ഇപ്പോഴും പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാനുള്ള ആധികാരിക സ്രോതസ്സുകളെല്ലാം ഈ ഓറിയന്റലിസ്റ്റുകളുടെ പുസ്തകങ്ങളാണ് എന്നാണ് പൊതുവിലുള്ള ധാരണ. ഇവിടെ ഓറിയന്റലിസ്റ്റുകളുടെ നബിജീവ ചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചവർക്ക് മുഴുവൻ മനസ്സിലാക്കാൻ കഴിയുന്നൊരു സത്യമുണ്ട്. ഓറിയന്റലിസ്റ്റുകൾ വളരെ സമർത്ഥമായൊരു സാമ്രാജ്യത്വ പദ്ധതിയുടെ ഭാഗമായി ഇസ്ലാമിക ചരിത്രത്തിലേക്ക് ഊളിയിടുകയും ഖവാരിജുകളുടെ തത്വശാസ്ത്രത്തെ എടുത്തുകൊണ്ടുവരികയും ആ തത്വശാസ്ത്രം തന്നെയാണ് യഥാർത്ഥത്തിൽ പ്രവാചകനും സഹാബത്തും പഠിപ്പിച്ച ജിഹാദ് എന്ന് വരുത്തി തീർക്കുകയും ഖവാരിജുകൾ അവതരിപ്പിച്ച സിദ്ധാന്തങ്ങൾ മുഴുവൻ പ്രവാചകനുമേൽ ആരോപിക്കുകയും ചെയ്യുന്ന വളരെ ഭീകരമായൊരു അട്ടിമറി ഓറിയന്റലിസ്റ്റുകൾ അവരുടെ പുസ്തകങ്ങളിൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആരെങ്കിലും ഓറിയന്റലിസ്റ്റുകളുടെ നബി ജീവചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഖവാരിജുകൾ അവതരിപ്പിച്ച ആശയങ്ങൾ നിരന്തരമായി യുദ്ധം ചെയ്യണം, യുദ്ധം യുദ്ധത്തിനു വേണ്ടിയാണ്, ഏത് സമൂഹത്തിലും നിരന്തരമായി കലാപങ്ങൾ ഉണ്ടാക്കുകയാണ് മുസ്ലിമിൻ്റെ ദൗത്യം എന്ന് തുടങ്ങിയ ആശയങ്ങൾ പ്രവാചകനുമേൽ ആരോപിക്കുകയും അതാണ് പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായ യുദ്ധങ്ങൾ എന്ന് സിദ്ധാന്തിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വളരെ ഭീകരമായൊരു അട്ടിമറിയാണ് ഓറിയന്റലിസ്റ്റുകൾ അവരുടെ നബി ജീവ ചരിത്ര ഗ്രന്ഥങ്ങളിൽ മുഴുവൻ കാണിക്കുന്നത്. ഈ ഓറിയന്റലിസ്റ്റ് നബി ജീവ ചരിത്രങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെത്തുകയും ബുദ്ധിജീവികൾ സ്വാധീനിക്കുകയും ഇസ്ലാം ഒരു കലാപത്തിൻ്റെ മതമാണ് എന്ന തത്വശാസ്ത്രം വ്യാപകമാവുകയും ചെയ്തു. അവിടെ ഓറിയന്റലിസ്റ്റുകൾ പറയാൻ വേണ്ടി ശ്രമിച്ച ഒരു കാര്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് മുസ്ലിം നിരന്തരമായി കലാപമുണ്ടാക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയായി
ഓറിയന്റലിസ്റ്റുകൾ നൽകിയ വിശദീകരണം ഇതാണ്. സംശയമുള്ളവർക്ക് അവരുടെ പുസ്തകങ്ങൾ പരിശോധിക്കാം. അവർ പറഞ്ഞത് ഈ ലോകത്തൊരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കലാണ് യഥാർത്ഥത്തിൽ മുസ്ലിമിന്റെ ജീവിത ദൗത്യം. ഖുർആൻ പറയുന്നത് പ്രവാചകന്മാരെല്ലാം നിയോഗിക്കപ്പെട്ടത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്നാണ്. പ്രവാചകന്മാരിൽ അന്തിമനായ മുഹമ്മദ് നബിയും നിയോഗിക്കപ്പെട്ടത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുവാനാണ്. എങ്ങനെയാണ് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കേണ്ടത്? വാൾ ഉപയോഗിച്ചാണ്, യുദ്ധങ്ങൾ വഴിയാണ്. നിരന്തരമായി വാൾ ഉപയോഗിച്ച് യുദ്ധങ്ങൾ ചെയ്ത് ലോകം മുഴുവൻ അള്ളാഹുവിൻ്റെ ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു പ്രവാചകന്റെ ലക്ഷ്യം. പ്രവാചകന് പക്ഷേ മദീനയിൽ ഒരു ഭരണം സ്ഥാപിക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അദ്ദേഹം ആ വാൾ സഹാബിമാർക്ക് കൈമാറി. എന്നിട്ട് ലോകത്ത് മുഴുവൻ ഇസ്ലാമിക രാഷ്ട്രം വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങളിൽ നിരതരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവിടെ സഹാബിമാർക്ക് ഈ വാൾ കൈമാറിയ പ്രവാചകന്റെ നിലപാടിന്റെ പിന്തുടർച്ച എന്ന നിലയിൽ ലോകത്ത് എവിടെ ജീവിക്കുന്ന മുസ്ലിമിന്റെയും മനസ്സിലൊരു വികാരമുണ്ടാകും, ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണമെന്ന വികാരം. ആ വികാരത്തിൻ്റെ സ്വാഭാവികമായ പ്രതിഫലനം എന്ന നിലക്കാണ് മുസ്ലിങ്ങൾ കലാപങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും ആ കലാപങ്ങളിൽ മരിക്കുന്നതിൻ്റെ പേരാണ് രക്തസാക്ഷ്യം എന്നവർ വിചാരിക്കുന്നു എന്നും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഓറിയന്റലിസ്റ്റുകൾ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു കാര്യം. 19-ാം നൂറ്റാണ്ട് പിന്നിടുന്നു. നമ്മൾ 20-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്നു. 20-ാം നൂറ്റാണ്ടിൽ മുസ്ലിം ലോകത്ത് വ്യാപകമായ രാഷ്ട്രീയ കുഴമറിച്ചിലുകൾ ഉണ്ടാകുന്നു. വ്യത്യസ്ത നാടുകളിലേക്ക് കൊളോണിയൽ അധിനിവേശങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു വൈജ്ഞാനിക ശാഖയാണ് ഓറിയന്റലിസം. ഓറിയന്റ് എന്നുള്ള വാക്കിനർത്ഥം കിഴക്ക് എന്നാണ്. ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് എന്നാണ്. പടിഞ്ഞാറുള്ള ആളുകൾ കിഴക്കിൻ്റെ മതത്തെയും സംസ്കാരത്തെയും കുറിച്ച് നടത്തിയ ഗവേഷണ പഠനങ്ങളാണ് ഓറിയന്റലിസം എന്ന് വിളിക്കപ്പെട്ടത്. അതിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനങ്ങൾക്കൊരു അജണ്ടയുണ്ടായിരുന്നു. ആ അജണ്ട സത്യാന്വേഷികളെ വഴിതെറ്റിക്കുന്ന തരത്തിൽ ഖവാരിജുകളുടെ ആശയങ്ങൾ പ്രവാചകനുമേൽ ആരോപിക്കുക എന്നതായിരുന്നു. ഖവാരിജുകളുടെ എന്ന പോലെ ഷിയാക്കളുടെ ആശയങ്ങളും. ഇതെല്ലാം ഇവിടെ പലതവണ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജൂത തലച്ചോറിൽ നിന്നുണ്ടായതാണ് താനും. ആ ആശയങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇസ്ലാമിക രാഷ്ട്രം ഭൂമി മുഴുവൻ അള്ളാഹുവിൻ്റെ ഭരണം സ്ഥാപിക്കുക എന്നതാണ് മുസ്ലിമിൻ്റെ ജീവിത ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അവനുള്ള ഉപകരണമാണ് വാൾ. നിരന്തരമായി വാൾ പ്രയോഗിക്കുക എന്നതാണ് ജിഹാദ്. ആ ജിഹാദിൻ്റെ ഫലമായി കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിനെ ഒരു തിന്മയായി മുസ്ലിം കാണുന്നില്ല. ഒരു കലാപത്തിന് ശേഷം അടുത്ത കലാപത്തിലേക്ക് പോവുക എന്നത് തന്നെയാണ് മുസ്ലിമിൻ്റെ ജീവിത രീതി. ഇത് സ്ഥാപിക്കുവാനാണ് ഓറിയന്റലിസ്റ്റുകൾ അവരുടെ പുസ്തകങ്ങളിൽ ശ്രമിച്ചത്. എന്നിട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളിലേക്ക് പോയി. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഓറിയന്റലിസ്റ്റുകൾ ഉദ്ധരിച്ച സംഭവങ്ങൾ നല്ലൊരു ശതമാനം യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങളും യുദ്ധ നടപടികളും ജിഹാദും ഷഹാദത്തുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളും എല്ലാമാണ് അവർ ഉദ്ധരിച്ചത്. പക്ഷേ ആ സംഭവങ്ങൾക്ക് മേൽ ഖവാരിജുകളുടെ തത്വശാസ്ത്രം വെച്ച് കെട്ടുകയും അത്തരമൊരു തത്വശാസ്ത്രം തലയിൽ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധങ്ങൾ മുഴുവൻ ചെയ്തത് എന്ന് സ്ഥാപിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഓറിയന്റലിസ്റ്റുകൾ അവരുടെ കൃതികളിലൂടെ ചെയ്തത്. ഇതെന്തിനു വേണ്ടി എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ചരിത്രപരമായ അപഗ്രഥനത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിൽ ആനുകാലിക സംഭവ വികാസങ്ങളെ അപഗ്രഥിക്കുമ്പോൾ എപ്പോഴും ഉണ്ടാകണം. ഒന്നാമതായി, അധിനിവേശങ്ങൾ മുസ്ലിം നാടുകളിലേക്ക് പ്രവേശിച്ചതോടുകൂടി പാശ്ചാത്യർ ഇസ്ലാമുമായി നേർക്കുനേരെ സമ്പർക്കത്തിലായി. അതുവരെ യൂറോപ്പിനെയും അമേരിക്കയെയും സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരു വിദൂരമായ അനുഭവമായിരുന്നു. എന്നാൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലേക്ക് കൊളോണിയൽ അധിനിവേശങ്ങൾ ഉണ്ടായപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുവാനുള്ള സ്രോതസ്സുകൾ പാശ്ചാത്യർക്ക് തുറന്നു കിട്ടി. അവിടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ ആരംഭിച്ചു.
ഇപ്പം ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭരായ ഇസ്ലാമിക പ്രബോധകരെല്ലാം വളർന്നു വന്നത് കൊളോണിയൽ കാലഘട്ടത്തിലാണ്. ഉത്തരേന്ത്യയിൽ ഇസ്ലാമിനെ അമുസ്ലിങ്ങൾക്ക് വളരെ കൃത്യമായി പരിചയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വളരെ നല്ല രീതിയിൽ ആരംഭിക്കുന്നത് കൊളോണിയൽ കാലഘട്ടത്തിലാണ്. എങ്ങനെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രബോധകരുണ്ടായി. അവർ ഗ്രന്ഥങ്ങൾ രചിച്ചു, അവർ പ്രഭാഷണങ്ങൾ നടത്തി, അവർ സംവാദങ്ങൾ നടത്തി. അവ വഴി ഇസ്ലാമിൻ്റെ സന്ദേശം പടിഞ്ഞാറിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. അതിന് തടയിടണമായിരുന്നു. തടയിടണമെങ്കിൽ മുസ്ലിം സമൂഹത്തെ ദഅവത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരുടെ കയ്യിൽ ആയുധങ്ങൾ വെച്ചു കൊടുക്കണമായിരുന്നു. ദഅവത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് കലാപത്തിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുപോയി അവരെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുക എന്നത് ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ വലിയൊരു സ്വപ്നമായിരുന്നു. കാരണം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമായാൽ സ്വാഭാവികമായും യൂറോപ്പിലെയും അമേരിക്കയിലെയും നല്ല മനുഷ്യർ ഇസ്ലാമിലേക്ക് എത്തിച്ചേരും എന്നവർക്കറിയാമായിരുന്നു. ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, ഈ ദഅവത്തിന് തടയിട്ടുകൊണ്ട് കലാപങ്ങളിലേക്ക് മുസ്ലിം ചെറുപ്പത്തെ കൊണ്ടുപോയാൽ 2 പ്രചരണങ്ങൾ ലോകത്ത് അഴിച്ചുവിടാൻ കഴിയും. ഒന്നാമത്തെ പ്രചരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭീകരവാദിയായിരുന്നു എന്ന പ്രചരണം. ഭൂമിയിൽ മുഴുവൻ അള്ളാഹുവിൻ്റെ ഭരണം സ്ഥാപിക്കുവാൻ വേണ്ടി നിരന്തരമായി രക്തം ചിന്തുകയും ആ രക്തം ചിന്തലിനെ ഒരു പുണ്യമായി നിശ്ചയിക്കുകയും ചെയ്ത തരത്തിലുള്ളൊരു ഭീകരനായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഈ ജീവചരിത്രങ്ങൾ വഴി സ്ഥാപിക്കുവാൻ കഴിയും. അങ്ങനെ സ്ഥാപിക്കപ്പെടുന്നതോടുകൂടി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുവാനുള്ള മനസ്സ് മനുഷ്യരിൽ നിന്ന് ഇല്ലാതാക്കുവാൻ സാധിക്കും. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടർന്നുകൊണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് എന്ന് സ്ഥാപിക്കുവാനും കഴിയും. മുസ്ലിമിനെ ഭയപ്പെടണമെന്നും മുസ്ലിമിനെ സംശയിക്കണമെന്നും മുസ്ലിമിനെ വെറുക്കണമെന്നും ഏത് സമയത്തും അവൻ ആയുധമെടുത്ത് ഉപയോഗിക്കും എന്നുമുള്ളൊരു പ്രചരണം അതിൻ്റെ കൂടെ അഴിച്ചുവിടാൻ സാധിക്കും. ഇതെല്ലാം ഇരുതല മൂർച്ചയുള്ള വാളുകളാണ്. ഒരു വശത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രീതിയിൽ ചിത്രീകരിക്കുക, മറുവശത്ത് പ്രവാചകനെ പിന്തുടർന്നുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളാണ് എന്ന് വരുത്തി തീർക്കുക. മൂന്നാമത്തെ ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം അല്പം വ്യത്യസ്തമാണ്, തികച്ചും രാഷ്ട്രീയമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായതോടുകൂടി ലോകം പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. സാമ്രാജ്യത്വത്തിൻ്റെ കാലം അവസാനിച്ചു. കൊളോണിയലിസം രാഷ്ട്രീയമായി പതുക്കെ പതുക്കെ ക്ഷയിക്കാൻ തുടങ്ങി. പകരം പുതിയൊരു ലോകക്രമം നിലവിൽ വന്നു. ആ ലോകക്രമത്തിൽ ഉണ്ടായിരുന്നത് ദേശരാഷ്ട്രങ്ങളാണ്, നേഷൻ സ്റ്റേറ്റ്സ് ആണ്. കൃത്യമായ അതിർത്തികളുള്ള രാജ്യങ്ങൾ സ്വതന്ത്രമായി പലയിടങ്ങളിലായി രൂപം കൊണ്ടു. ഈ ദേശരാഷ്ട്രങ്ങളാണ് പിന്നീട് ഐക്യരാഷ്ട്ര സഭയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കപ്പെട്ടതോടുകൂടി ലോകത്തിൻ്റെ ഒരു രാഷ്ട്രീയ നൈതികത തന്നെ മാറി. ഏതെങ്കിലും ഒരു രാജാവ് ഉണ്ടാവുകയും ആ രാജാവ് സാധ്യമാകുന്നത്ര ഭൂപ്രദേശങ്ങൾ കീഴടക്കുകയും അത് തൻ്റെ സാമ്രാജ്യമായി വെക്കുകയും ചെയ്യുന്നതിന് പകരം കൃത്യമായ അതിർത്തികൾ നിശ്ചയിച്ചുകൊണ്ട് 100-ലധികം രാഷ്ട്രങ്ങൾ ഉണ്ടാവുകയും ആ രാഷ്ട്രങ്ങൾ അതിർത്തികളെ പരസ്പരം മാനിക്കുകയും പരസ്പരമുള്ള തർക്കങ്ങൾ ഐക്യരാഷ്ട്ര സഭയുടെ തീരുമാനത്തിന് വിടുകയും ചെയ്യുന്ന തരത്തിലേക്ക് ലോകം പ്രവേശിക്കാൻ ആരംഭിക്കുകയായിരുന്നു. അവിടെ ഈ രാഷ്ട്രങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ഭരണക്രമമായി ജനാധിപത്യവും നിരപേക്ഷതയും നിശ്ചയിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അവിടെ ഈ ലോകക്രമത്തിൽ ജീവിക്കാൻ കൊള്ളാത്തവനായി മുസ്ലിമിനെ മാറ്റുക എന്ന മൂന്നാമതൊരു അജണ്ട കൂടി ഉണ്ടായിരുന്നു. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദേശത്തിൻ്റെ അതിർത്തികൾ അംഗീകരിക്കുന്നത് പാപമാണ് എന്നും ജനാധിപത്യ മതനിരപേക്ഷ ക്രമത്തോട് സഹകരിക്കുന്നത് ബഹുദൈവാരാധനയാണ് എന്നും മുസ്ലിം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഭൂമിയിൽ മുഴുവൻ അള്ളാഹുവിൻ്റെ ഭരണം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഉള്ള ഒരു തത്വശാസ്ത്രം ലോകത്ത് നിലവിൽ വരുത്തേണ്ടത് ആവശ്യമായിരുന്നു. ഇതെല്ലാം ശത്രുവിൻ്റെ കൃത്യമായ അജണ്ടകളാണ്. ആ അജണ്ടകളുടെ പൂർത്തീകരണം എന്ന നിലക്കാണ് യഥാർത്ഥത്തിൽ ഓറിയന്റലിസ്റ്റുകളുടെ നബിചരിത്ര രചനകൾ സംഭവിക്കുന്നത് എന്നതാണ് സത്യം. ഈ അജണ്ടകൾ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഈ കൃതികൾ വായിച്ച് ആരൊക്കെ സ്വാധീനിക്കപ്പെടണം എന്നത് നേരത്തെ നിർണയിക്കപ്പെട്ടിരുന്നു. ഒരു വശത്ത് ഇന്ത്യയിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായി വളരണം എന്ന് ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ച ഹിന്ദു ബുദ്ധിജീവികൾ ഓറിയന്റലിസ്റ്റുകളുടെ പുസ്തകങ്ങൾ വായിച്ചു. സംശയമുള്ളവർക്ക് സ്വാമി വിവേകാനന്ദൻ്റെയും ദയാനന്ദ സരസ്വതിയുടെയും പുസ്തകങ്ങൾ പരിശോധിക്കാം. സ്വാമി വിവേകാനന്ദനും ദയാനന്ദ സരസ്വതിയും ചെയ്തത് ഓറിയന്റലിസ്റ്റുകളുടെ നബിചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കുകയും അതിൽ നിന്ന് പ്രവാചകനെ മനസ്സിലാക്കുകയും ആ പ്രവാചകനെ വിമർശിക്കുകയും ആ പ്രവാചകന്റെ അനുയായികളാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ വെറുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അതുവരെ ഇന്ത്യയിൽ ഹിന്ദു വർഗീയത എന്ന് പറയുന്ന ഒരു സാധനമില്ല, ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലക്കില്ല. സാമുദായികമായ കാലുഷ്യങ്ങൾ ഉണ്ടാകാം,
പക്ഷേ ഹിന്ദു വർഗീയത ഒരു പ്രത്യയശാസ്ത്രമായി ഇന്ത്യയിൽ മാറുന്നത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ്. ആ പ്രത്യയശാസ്ത്രം ഉണ്ടായതാകട്ടെ മുസ്ലിങ്ങളോടും അവരുടെ പ്രവാചകനോടുമുള്ള വെറുപ്പിൽ നിന്നാണ്. ഈ വെറുപ്പ് ഇന്ത്യയിലെ ഹിന്ദു ബുദ്ധിജീവികൾക്ക് പകർന്നു കൊടുത്തത് ഓറിയന്റലിസ്റ്റ് സാഹിത്യങ്ങളാണ്. ഓറിയന്റലിസ്റ്റുകൾ എഴുതി വെച്ച പുസ്തകങ്ങൾ സമർത്ഥമായി ഇന്ത്യയിലെ ഹിന്ദു ബുദ്ധിജീവികൾക്കിടയിൽ വിതരണം ചെയ്യുകയും അവരുടെ മനസ്സിൽ പ്രവാചകനെയും ഇസ്ലാമിനെയും കുറിച്ചുള്ള ചിത്രം മാറ്റുകയും അവരെ ഇസ്ലാമിൽ നിന്ന് അകറ്റുകയും അവരെ ഇസ്ലാം വിരോധികളാക്കി തീർക്കുകയും ചെയ്തു ഓറിയന്റലിസ്റ്റുകളുടെ സാഹിത്യങ്ങൾ. ഇതോടൊപ്പം ഇതുണ്ടാക്കിയ മറ്റൊരു ഫലമുണ്ടായിരുന്നു. ഈ പുസ്തകങ്ങൾ മുസ്ലിം ബുദ്ധിജീവികൾ വായിച്ചു. ഇത് വായിച്ച മുസ്ലിം ബുദ്ധിജീവികളുടെ തലച്ചോറിലേക്ക് ഇതാണ് ഇസ്ലാം എന്ന ധാരണ കയറി വന്നു. വളരെ ബോധപൂർവം നമ്മളിത് ശ്രദ്ധിക്കണം. ഇതാണ് ഇസ്ലാം എന്ന ധാരണ മുസ്ലിം ബുദ്ധിജീവികളുടെ തലച്ചോറിലേക്ക് കയറി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ഓറിയന്റലിസ്റ്റുകളിൽ നിന്ന് വായിച്ചു പഠിക്കുവാൻ ശ്രമിച്ച ആളുകൾക്ക് ഇസ്ലാമിന്റെ പ്രതിനിധാനം നിർവഹിക്കപ്പെടേണ്ടത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനുള്ള വാളുപയോഗിച്ചുള്ള പോരാട്ടങ്ങളിലൂടെയാണ് എന്ന ചിന്താഗതിയുണ്ടായി. ഓറിയന്റലിസ്റ്റുകൾ ഉദ്ദേശിച്ച ഫലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു എന്നർത്ഥം. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഖിലാഫത്തിന്റെ തകർച്ചയുണ്ടാകുന്നത്. അങ്ങനെ പറയുന്നത് പോലും യഥാർത്ഥത്തിൽ അക്ഷരത്തെറ്റാണ്. ഉസ്മാനി ഖലീഫമാർ സൂഫി പശ്ചാത്തലമുള്ള ഭരണാധികാരികളായിരുന്നു. ആ സൂഫി പശ്ചാത്തലമുള്ള ഭരണാധികാരികൾ തങ്ങളെ ഖലീഫമാരായി പരിചയപ്പെടുത്താൻ തുടങ്ങിയത് പോലും 18-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഉസ്മാനി ഖിലാഫത്ത് എന്ന് നമ്മൾ വിളിക്കുന്ന ഭരണം, ആ ഭരണം മുസ്ലിം നാടുകളിൽ നിലവിൽ വന്നിട്ട് യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളായിരുന്നു. പക്ഷേ തങ്ങൾ ആഗോള മുസ്ലിങ്ങളുടെ ഖലീഫയാണ് എന്നൊരു അവകാശവാദം തന്നെ ആ ഭരണാധികാരികൾ ഉന്നയിക്കാൻ തുടങ്ങുന്നത് 18-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. അതല്ലാതെ ഖിലാഫത്തിന് ഇടമുറിയാത്തൊരു തുടർച്ചയുണ്ടാവുകയോ ഖലീഫ ഇല്ലാത്തൊരു കാലം മുസ്ലിം ലോകത്തിന് കഴിഞ്ഞു പോവാതിരിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ പലരും പറയുന്നത് പോലെ 1924 ഖിലാഫത്തിന്റെ കാലം അവസാനിച്ചു എന്നും അതുവരെ മുസ്ലിം ലോകത്തിന് ഒരു ഖലീഫയുണ്ടായിരുന്നു എന്നും പറയുന്നത് വ്യാജമായ അവകാശവാദമാണ്. ഈ ഉസ്മാനി ഖലീഫമാരുടെ പാരമ്പര്യത്തിലുണ്ടായിരുന്ന വ്യത്യസ്ത രാജാക്കന്മാർ, ആ രാജാക്കന്മാർ പോലും തങ്ങളെ മുസ്ലിങ്ങളുടെ ഖലീഫയായി പരിഗണിക്കുകയോ പരിചയപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല 18-ാം നൂറ്റാണ്ട് വരെ. 18-ാം നൂറ്റാണ്ടിൽ ഇപ്പറഞ്ഞ തരത്തിലുള്ള തത്വശാസ്ത്രങ്ങൾ ശത്രുക്കളുടെ ഇടയിൽ നിന്ന് പ്രവഹിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അത്തരമൊരു കേന്ദ്രത്തിൽ അവർ സ്വയം അവരോധിതരായി മാറുന്നത്. ഈ ഉസ്മാനി ഖിലാഫത്ത് 1924 തകർന്നു. വിശദമായി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതിൽ സാമ്രാജ്യത്വത്തിന്റെ വലിയ കൈകളുണ്ടായിരുന്നു. ഉസ്മാനി ഖിലാഫത്ത് തകർന്നപ്പോൾ മുസ്ലിം ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് അന്നത്തെ രാഷ്ട്രീയ ക്രമത്തെക്കുറിച്ച് ബോധമുള്ളവർക്കെല്ലാം അറിയാമായിരുന്നു. ഉസ്മാനി ഖിലാഫത്ത് ജീർണമായിരുന്നു, രോഗാതുരമായിരുന്നു, ഒരു പ്രശ്നവും പരിഹരിക്കാൻ ശേഷിയില്ലാത്തതായിരുന്നു. അത് നിലം പൊത്തുക എന്നത് കാലത്തിന്റെ സ്വാഭാവികത തന്നെയായിരുന്നു, സാമ്രാജ്യത്വം ഇടപെട്ടാലും ഇടപെട്ടിട്ടില്ലെങ്കിലും. അങ്ങനെ നിലം പൊത്തിയാൽ എങ്ങോട്ടാണ് ലോകം പോവുക എന്ന ചോദ്യത്തിന് എല്ലാവർക്കും അറിയാമായിരുന്നു, ലോകം പോവുക ദേശരാഷ്ട്രങ്ങളിലേക്കാണ്. ദേശരാഷ്ട്രങ്ങളായി ലോകം മൊത്തം മാറുമ്പോൾ മുസ്ലിം ലോകത്തിന് മാത്രം അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. മുസ്ലിം ലോകം മാത്രം ആ ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണത്തെ തടുത്തു നിർത്തുകയും മുസ്ലിങ്ങൾ ഒരു അഖില ലോക ദേശീയതയായി നിലനിൽക്കുകയും ചെയ്യും എന്നത് തികച്ചും കാൽപ്പനികവും അതിനേക്കാൾ ഭ്രാന്തവുമായൊരു സ്വപ്നമായിരുന്നു. കാരണം ലോകത്ത് ആ രീതിയിലാണ് രാഷ്ട്രീയമായ കുഴമറിച്ചിലുകൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്തിന് ഒരു അഖില ലോക ദേശീയതയായി നിലനിൽക്കണം എന്ന കാൽപ്പനികമായ സ്വപ്നം അത് തീർച്ചയായും ആവേശം നൽകുന്നതായിരുന്നു. പാൻ ഇസ്ലാമിസം എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടത് അതാണ്. സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലുള്ള ആളുകൾ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സമരങ്ങളിലെ വലിയൊരു മുദ്രാവാക്യമായി സ്വീകരിച്ചതാണ് യഥാർത്ഥത്തിൽ പാൻ ഇസ്ലാമിസം. അവിടെ ഖിലാഫത്തിനെ തകരാൻ അനുവദിച്ചുകൂടാ, മുസ്ലിങ്ങൾ ഒരിക്കലും വ്യത്യസ്ത രാഷ്ട്രങ്ങളായി മാറിക്കൂടാ. അങ്ങനെ മാറുന്നത് സാമ്രാജ്യത്വത്തിന്റെ അജണ്ടയാണ് എന്ന പ്രചരണമുണ്ടായി. തീർച്ചയായും ആയിരിക്കാം അതിന് പിന്നിൽ, തീർച്ചയായും പുതിയൊരു ലോകക്രമം സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നിൽ സാമ്രാജ്യത്വത്തിന്റെ അജണ്ടകൾ ഉണ്ടാകാം. അവരുടെ അജണ്ടയുണ്ടായാലും ഇല്ലെങ്കിലും ഒരനുഭവ യാഥാർത്ഥ്യം എന്ന നിലക്ക് ലോകം അങ്ങോട്ടാണ് പോവുക എന്ന് വളരെ വ്യക്തമായിരുന്നു. ഖിലാഫത്ത് തകർന്നു. ഖിലാഫത്ത് തകർന്നതോടുകൂടി മുസ്ലിം ലോകത്താകമാനം നിരാശ പടർന്നു. ഖിലാഫത്ത് തകരുകയില്ല എന്നും അഖില ലോക മുസ്ലിം ദേശീയത നിലനിൽക്കുമെന്നും വിചാരിച്ചിരുന്ന കാൽപ്പനികർ മുഴുവൻ നിരാശയുടെ പടുകുഴിയിലേക്ക് പോവുകയും അവരുടെ ആത്മവീര്യം ചോർന്നു പോവുകയും ചെയ്തു. അന്ന് ഹിജാസിൽ നിന്നൊരു സ്വരമുയർന്നു, അബ്ദുൽ അസീസ് രാജാവിന്റെ സ്വരം. അദ്ദേഹം കയ്യിലൊരു കൊടി പിടിച്ചുകൊണ്ട് പടയോട്ടം നടത്തി. ആ പടയോട്ടത്തിന്റെ ലക്ഷ്യം ഒരു അഖില ലോക ഇസ്ലാമിക ദേശീയതയായിരുന്നില്ല, മറിച്ചൊരു ദേശരാഷ്ട്രമായിരുന്നു.
കൃത്യമായി മനസ്സിലാക്കണം, അതിർത്തികളുള്ള ഒരു രാജ്യം നിർമ്മിക്കുകയായിരുന്നു ആ പടയോട്ടത്തിന്റെ ലക്ഷ്യം. അന്ന് മക്കയും മദീനയും ഷെരീഫ് ഹുസൈന്റെ കയ്യിലായിരുന്നു. ഷെരീഫ് ഹുസൈൻ സാമ്രാജ്യത്വത്തിന്റെ കയ്യിലെ കളിപ്പാവയുമായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചത് ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും ഖലീഫയായി താൻ അവരോധിക്കപ്പെടണമെന്നാണ്. എന്നാൽ അബ്ദുൽ അസീസ് രാജാവ് അദ്ദേഹത്തിന്റെ റിയാദ് കേന്ദ്രമായി അദ്ദേഹം സ്ഥാപിച്ച രാഷ്ട്രം, ആ രാഷ്ട്രത്തെ വികസിപ്പിച്ചു കൊണ്ടുവരികയും മക്കയും മദീനയും അടക്കം ആ രാഷ്ട്രത്തിന്റെ ഭാഗമാക്കുകയും 1932 സൗദി അറേബ്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ആ രാഷ്ട്രത്തിന്റെ ഭരണഘടനയായി പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും അദ്ദേഹം അവതരിപ്പിക്കുകയും തൗഹീദിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ രാജ്യം മുന്നോട്ട് പോവുക എന്ന് പ്രഖ്യാപിക്കുകയും മുഹമ്മദിനും അബ്ദുൽ വഹാബിന്റെ പ്രബോധനങ്ങളായിരിക്കും ഞങ്ങളുടെ മതപരമായ പ്രചോദനം എന്ന് പരസ്യമായി പറയുകയും ചെയ്തു. അങ്ങനെയാണ് സൗദി അറേബ്യ എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്ത് നിലവിൽ വരുന്നത്. ഇവിടെ ഒരുപാട് കാൽപ്പനിക ജീവികളുടെ നടുവിൽ നിന്ന് റിയലിസ്റ്റിക്കായി പ്രായോഗികമായി പുതിയൊരു ലോകക്രമത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ദേശരാഷ്ട്രങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന് തിരിച്ചറിയുകയും അഖില ലോക ഇസ്ലാമിക ദേശീയത എന്ന ഭ്രാന്തൻ വർത്തമാനത്തെ ഉപേക്ഷിച്ച് ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി പ്രായോഗികമായി ശ്രമിക്കുകയും അവിടെ ഒരു ഇസ്ലാമിക ഭരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു എന്നതാണ് അബ്ദുൽ അസീസ് രാജാവിൻ്റെ ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ പ്രസക്തി. ആ പ്രസക്തി തന്നെയാണ് സൗദി അറേബ്യയെ പാശ്ചാത്യരുടെ കണ്ണിലെ ഏറ്റവും വലിയ കരടാക്കി മാറ്റുന്നതും. തങ്ങൾ മുസ്ലിങ്ങളെ എന്താക്കണമെന്ന് ഉദ്ദേശിച്ചുവോ അത്തരമൊരു പതനത്തിൽ നിന്ന് മാറി അഭിമാനത്തോടുകൂടി ലോകത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രമായി സൗദി അറേബ്യയെ സ്ഥാപിച്ചെടുക്കുവാൻ അബ്ദുൽ അസീസ് രാജാവിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പിൻഗാമികൾ സൗദി അറേബ്യയെ കൂടുതൽ ശക്തിപ്പെടുത്തി. പെട്രോ ഡോളറിന്റെ ആഗമനത്തോടുകൂടി ലോകത്താർക്കും അവഗണിക്കുവാൻ കഴിയാത്തൊരു ശക്തിയായി സൗദി അറേബ്യ മാറുകയും അവിടെ നിന്ന് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോവുകയും ചെയ്തു. ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ അടക്കം വളരെ കൃത്യമായി നടപ്പിലാക്കപ്പെടുന്ന ഒരു രാജ്യം, ആ രാജ്യവുമായി സൗഹൃദത്തിലാകാൻ അമേരിക്ക പോലും നിർബന്ധിതമാകുന്ന തരത്തിൽ ആ രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് ഭദ്രമായി തീർന്നു എന്നതാണ് യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം മുസ്ലിം ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് സൗദി അറേബ്യ ഒരു വശത്തുണ്ടായി വന്നു. എന്നാൽ ഇതേ അവസരത്തിൽ തന്നെ ഓറിയന്റലിസ്റ്റുകളുടെ ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ട മുസ്ലിം ബുദ്ധിജീവികൾ ഉണ്ടായിരുന്നു. ആ മുസ്ലിം ബുദ്ധിജീവികളുടെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആശയം കിടന്ന് തിളക്കുന്നുണ്ടായിരുന്നു. ലോകത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ ഭരണം സ്ഥാപിക്കലാണ് നമ്മുടെ ലക്ഷ്യം എന്ന ആശയം. നമ്മൾ എവിടെ ജീവിച്ചാലും വാളെടുത്തുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പോരാടണം എന്ന ആശയം അവിടെ വ്യാപകമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ സൗദി അറേബ്യ ഒരു വശത്തുണ്ടായപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ ഓറിയന്റലിസ്റ്റുകൾ അവതരിപ്പിച്ച ഇസ്ലാം, ആ ഇസ്ലാമാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ച മുസ്ലിം ബുദ്ധിജീവികളുണ്ടായി. നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, സൗദി അറേബ്യ ഒരു രാഷ്ട്രമായി അതിൻ്റെ അതിർത്തികൾ നിശ്ചയിച്ചുകൊണ്ട് 1932 പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് അബ്ദുൽ അസീസ് രാജാവിൻ്റെ കൂടെയുണ്ടായിരുന്ന ചില ആളുകൾ അദ്ദേഹത്തോട് പിണങ്ങുകയും ഒരാഗോള മുസ്ലിം സാമ്രാജ്യമാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത് എന്ന് വാദിക്കുകയും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും അവിടെ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവരറിയപ്പെട്ടത് ചരിത്രത്തിൽ ഇഖ്വാൻ എന്നാണ്. അബ്ദുൽ അസീസ് രാജാവിൻ്റെ ഇഖ്വാൻ എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് അവരെക്കുറിച്ചാണ്. അബ്ദുൽ അസീസ് രാജാവിൻ്റെ റിയലിസ്റ്റിക്കായ സമീപനങ്ങളോട് വിയോജിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഈ രാജ്യം വ്യാപിക്കണം എന്ന ആശയവുമായി കടന്നു വന്നവരെ അദ്ദേഹം തിരിച്ചയക്കുകയും അവർക്ക് പ്രമാണങ്ങളുമായോ പ്രായോഗികതയുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ഈ ഇഖ്വാൻ എന്ന് പറയുന്ന ആളുകൾ പോലും യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓറിയന്റലിസ്റ്റ് പ്രചരണങ്ങളുടെ സ്വാഭാവികമായ സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുവാനാണ് എനിക്കിഷ്ടം. അത് നമ്മുടെ പഠനങ്ങളിൽ നിന്ന് നമുക്ക് വരേണ്ട ഒരു ബോധ്യമാണ്. സാമ്രാജ്യത്വം ഒരാശയത്തെ വളരെ സമർത്ഥമായി മുസ്ലിം ലോകത്തേക്ക് പമ്പ് ചെയ്യുകയും ആ ആശയത്തിൻ്റെ വക്താക്കളായി പലരെയും മാറ്റിയെടുക്കുകയും അവരെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ലോകത്ത് ഛിദ്രതകളും കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർ ഈ പ്രചരിപ്പിച്ച തരത്തിലുള്ള ഇസ്ലാം, വാളിൻ്റെ ഫലത്തിൽ ഭരണം സ്ഥാപിക്കുവാൻ വേണ്ടി വെമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാം, ആ ഇസ്ലാം പലരുടെയും ഗ്രന്ഥങ്ങളിലൂടെ മുസ്ലിം ലോകത്തേക്ക് ഊർന്നിറങ്ങിയതിൻ്റെ പ്രത്യക്ഷങ്ങളായിരുന്നു ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇഖ്വാനുൽ മുസ്ലിമൂൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ജനനം. 1940 കൊളോണിയൽ യുഗത്തിൽ ഇന്ത്യയിൽ അബുൽ അല മൗദൂദി സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിക്കപ്പെടുന്നു. ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെ ഇമാം ഹസനുൽ ബന്നയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ ഇഖ്വാനുൽ മുസ്ലിമൂനും സ്ഥാപിക്കപ്പെടുന്നു. ഈ രണ്ട് സംഘടനകളും ഒന്ന് ഈജിപ്തിലും ഒന്ന് ഇന്ത്യയിലുമാണ് ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
ഇവർ അവതരിപ്പിച്ചൊരു ഇസ്ലാം നേരത്തെ പറഞ്ഞ ഓറിയന്റലിസ്റ്റുകളിൽ നിന്ന് കടമെടുത്ത ഇസ്ലാമാണ്. ആ ഇസ്ലാം ലോകത്ത് മുമ്പാരും ആ രീതിയിൽ അവതരിപ്പിച്ചിട്ടില്ല. ആവർത്തിക്കട്ടെ, ഇഖ്വാനുൽ മുസ്ലിമൂനും ജമാഅത്തെ ഇസ്ലാമിയും അവതരിപ്പിച്ച ഇസ്ലാം ഏതെങ്കിലും ഒരു ഇസ്ലാമികേതര ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്നത് ബഹുദൈവാരാധനയാണ് എന്നും എവിടെയാണെങ്കിലും ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിക്കുവാൻ വേണ്ടി നമ്മൾ പണിയെടുക്കണമെന്നും ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് പ്രത്യേകമായൊരു വ്യാഖ്യാന ശൈലിയിൽ സ്ഥാപിച്ചെടുക്കുന്ന ഒരു ഇസ്ലാം ലോകത്ത് അതിനു മുമ്പ് ആരും അവതരിപ്പിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, വളരെ വിദൂരമായ രണ്ട് ഭൂപ്രദേശങ്ങളിൽ പരസ്പരം പരിചയമില്ലാത്ത രണ്ടാളുകൾ, ഒരു വശത്ത് ഇമാം സയ്യിദ് മൗദൂദിയും മറുവശത്ത് ഹസനുൽ ബന്നയും ഒരേ രീതിയിലുള്ള ആശയങ്ങളെ അവതരിപ്പിക്കുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ചരിത്രത്തിൽ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തൊരു ആശയപ്രവാഹം പൊടുന്നനെ രണ്ട് വ്യത്യസ്തരായ വ്യക്തികളിൽ രണ്ട് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അവിടെയാണ് ഈ ആശയങ്ങൾ പുറത്തു നിന്ന് പമ്പ് ചെയ്യപ്പെടുന്നതാണ് എന്ന് പറയേണ്ടി വരുന്നത്. സാമ്രാജ്യത്വം വളരെ ബോധപൂർവമായി മുസ്ലിം സമുദായത്തിനകത്തേക്ക് ഈ ആശയങ്ങൾ പമ്പ് ചെയ്യുകയും ബുദ്ധിജീവികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടി എന്ന നിലയ്ക്ക് ഇവർ വളർന്നു വരുന്നത് എന്നതാണ് സത്യം. സയ്യിദ് അബുൽ അല മൗദൂദി സാഹിബിന്റെ പുസ്തകങ്ങളാണ് സയ്യിദ് കുത്തുബ് വായിക്കുന്നത്. അദ്ദേഹമാണ് ഇഖ്വാനുൽ മുസ്ലിമൂനെ റാഡിക്കലൈസ് ചെയ്യുന്നത്. ഇഖ്വാനുൽ മുസ്ലിമൂന് ഹസനുൽ ബന്നയുടെ കാലത്തുള്ളത് മൃദുലമായൊരു മുഖമാണ്. നമ്മൾ പറയുന്ന ഇസ്ലാമിക രാഷ്ട്രവാദം അതിന്റെ അടിത്തറയായിരുന്നെങ്കിൽ പോലും അതിനൊരു തീവ്ര സ്വഭാവം ഉണ്ടായിരുന്നില്ല. അതിനൊരു തീവ്ര സ്വഭാവത്തിലേക്ക് കൊണ്ടുപോയത് സയ്യിദ് കുത്തുബാണ്. അതിന് അദ്ദേഹത്തിന്റെ പ്രചോദനം മൗദൂദി സാഹിബിന്റെ വർത്തമാനങ്ങളുമാണ്. ഇവിടെ ഈ രീതിയിലുള്ള ഒരാശയം 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും ജനകീയമായ രണ്ട് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലൂടെ കോൺക്രീറ്റ് ആയി മാറുന്നു. അവർ അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ രണ്ട് പ്രസ്ഥാനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജിഹാദി സംഘങ്ങൾ ഉണ്ടാകുന്നു. ജിഹാദി സംഘങ്ങളുടെ പ്രചോദനം ഇവരുടെ കൃതികളാണ് എന്ന കാര്യം ചരിത്രം പരിശോധിക്കുന്ന ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ മുസ്ലിം ലോകത്ത് ജിഹാദി സംഘങ്ങൾ ഉണ്ടായി. ഓറിയന്റലിസ്റ്റുകളുടെ അടുത്ത ലക്ഷ്യവും നിറവേറ്റപ്പെട്ടു. നിങ്ങൾ ആലോചിക്കൂ, ഒരു തത്വശാസ്ത്രം വേണം ഭീകരവാദം ഉണ്ടാകാൻ. ആ തത്വശാസ്ത്രത്തെ പടച്ചു. ആ തത്വശാസ്ത്രത്തിൽ നിന്ന് ഭീകരവാദികൾ ഉണ്ടായി. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജിഹാദികൾ ഉണ്ടായി. ആ ജിഹാദികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റ് ടെററിസം എന്ന മുദ്രാവാക്യം ഉണ്ടായി. മുഹമ്മദ് നബി ഭീകരവാദം പഠിപ്പിച്ചു എന്ന പ്രചരണമുണ്ടായി. അങ്ങനെ ലോകത്താകെ ഇസ്ലാം ഭീതി പടരുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഒരു ഭീകരവാദിയെ കാണുമ്പോൾ അയാളിൽ പ്രവാചകനെ കാണുകയും ഞെട്ടിവിറക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അമുസ്ലിങ്ങളെ വളരെ ബോധപൂർവം ഈ പ്രോപ്പഗൻഡ സൃഷ്ടിച്ചെടുത്തു. പക്ഷെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും ഇഖ്വാനുൽ മുസ്ലിമൂൻ ആണെങ്കിലും ഒരു അഖില ലോക ഇസ്ലാമിക സാമ്രാജ്യം എന്നത് ഒരു സ്വപ്നം മാത്രമാണ് എന്ന് അവർക്ക് അറിയാമായിരുന്നു. അവിടെ അതാണ് ലക്ഷ്യമെന്നവർ പറയുമ്പോഴും അതൊരു സ്വപ്നമാണ് എന്നവർ മനസ്സിലാക്കുകയും ദേശീയതകളെ പ്രായോഗിക തലത്തിൽ അംഗീകരിക്കുകയും അതാത് രാജ്യങ്ങളിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിലെ ഭരണകൂടത്തിന്റെ ഇസ്ലാമീകരണത്തിനു വേണ്ടിയാണ് മൗദൂദി സാഹിബിന്റെ ശിഷ്ടജീവിതം നീക്കിവെക്കപ്പെട്ടത്. ഈജിപ്തിലെ ഭരണകൂടത്തിന്റെ ഇസ്ലാമീകരണ ശ്രമങ്ങൾക്ക് വേണ്ടിയാണ് സയ്യിദ് കുത്തുബിന്റെ ജീവിതം പിന്നീട് സമർപ്പിക്കപ്പെടുന്നത്. അതല്ലാതെ ലോകത്താകമാനം വേരുകളുള്ള ഒരു ഇസ്ലാമിക ഭരണത്തിനു വേണ്ടി പ്രായോഗികമായി അവരാരും പരിശ്രമിച്ചതിന് രേഖകളില്ല. അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ജിഹാദി സംഘങ്ങളാകട്ടെ വ്യത്യസ്ത മുസ്ലിം നാടുകളിൽ അധിനിവേശങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ പോയി ചാവേറുകളാകാനാണ് ശ്രമിച്ചത്. അവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി, അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ, ചെച്ചിനിയയിലാണെങ്കിൽ ചെച്ചിനിയയിൽ അവിടെ പോവുകയും അവിടെ ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയുമാണ് അവർ ചെയ്തത്. അതല്ലാതെ ഒരു ആഗോള ഖിലാഫത്തിന്റെ പുനരുജ്ജീവനം എന്നത് പ്രായോഗികമായി അവരുടെ ആരുടെയും അജണ്ടയായിരുന്നില്ല. എന്നാൽ ലോകം പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഘട്ടം എങ്ങനെയുണ്ടാകുന്നു എന്നത് ഈ ചരിത്രത്തിന്റെ തുടർച്ചയായി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. നേരത്തെ പറഞ്ഞവരെക്കാൾ കാൽപ്പനികരായ, അവരെക്കാൾ തലക്ക് ഉന്മാദം ബാധിച്ച ഒരു സംഘത്തെ ഇതേപോലെ പുറത്തു നിന്ന് ആശയങ്ങൾ പമ്പ് ചെയ്ത് സ്ഥാപിച്ചെടുത്ത ശേഷം അവരെ ഒരു കലാപഭൂമിയിൽ വിന്യസിക്കുന്നു എന്നതാണ് സാമ്രാജ്യത്വം ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് വിളിച്ചത്. ഇവിടെ നമ്മൾ അവർ സാമ്രാജ്യത്വത്തിനെതിരെയാണ് മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത്. അമേരിക്ക തുലയട്ടെ എന്നാണ് അവർ പറയുന്നത്. ഒബാമയോട് അവർ പറയുന്നത് കാണിച്ചു കൊടുക്കാം എന്നാണ്. എല്ലാ സാമ്രാജ്യത്വ സൃഷ്ടികളും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. ഇപ്പോൾ ഇവിടെ യമനിലെ ഹൂസികളെ കുറിച്ച് പറഞ്ഞു. ആരാണ് ഹൂസികൾ?
അവർ യമനിലെ പ്രസിഡന്റിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു. അവർ തെരുവുകളിൽ ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു. ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന സമയത്ത് ഇസ്രായേലിനെതിരെ അവർ മുദ്രാവാക്യം വിളിക്കുന്നു, അമേരിക്കക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. ഇസ്രായേലിനോടും അമേരിക്കയോടും ചങ്ങാത്തത്തിലാണ് എന്ന് പറഞ്ഞ് സൗദി അറേബ്യയെ തെറി വിളിക്കുന്നു. മുസ്ലിം ലോകത്തിന്റെ മോചനം സംഭവിക്കണം എന്നുറക്കെ പ്രഖ്യാപിക്കുന്നു. ഇസ്രായേലിനോടും അമേരിക്കയോടുമുള്ള വിരോധം രക്തത്തിലുള്ളവരാണ് ഹൂത്തികൾ എന്നാണ് അവരുടെ പ്രകടനങ്ങൾ കണ്ടാൽ നമ്മൾക്ക് തോന്നുക. എന്നാൽ നിങ്ങൾക്കറിയുമോ ആരാണ് ഇവരെ സൃഷ്ടിച്ചത് എന്ന്? 1962 വരെ യമനിൽ നിലനിന്നിരുന്നത് സെയ്ദി ഷിയാക്കളുടെ ഇമാമിയ ഭരണമായിരുന്നു. ആ ഇമാമിയ ഭരണം അട്ടിമറിക്കപ്പെടുന്നത് അന്ന് ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന നാസറിന്റെ പ്രചോദനത്തിൽ അറബ് ദേശീയവാദികളുടെ നേതൃത്വത്തിലാണ്. 1962 അന്നത്തെ ഇമാമിയ ഭരണാധികാരിയെ അട്ടിമറിച്ചുകൊണ്ട് യമനിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. ആ ശ്രമങ്ങൾ അവസാനിച്ചത് ഒരു കലാപത്തിലാണ്. 1962 1967 ഇടയ്ക്ക് യമൻ ഒരു കലാപ ഭൂമിയാണ്. നഷ്ടപ്പെട്ടു പോകും എന്ന് തോന്നിയ ഇമാമി ഭരണത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ഷീഈ ഗോത്രവർഗങ്ങൾ അറബ് ദേശീയവാദികളുമായി നടത്തിയ സംഘടനകൾ കൊണ്ട് കലാപ കലുഷിതമാണ് 62 67 ഇടയ്ക്കുള്ള യമൻ. ആ സമയത്ത് ഈ ഗോത്രവർഗങ്ങളിൽ നിന്ന് ഏറ്റവും അധികം ആയുധങ്ങളുമായി ആ കലാപത്തിൽ പങ്കെടുത്തവരാണ് ഹൂത്തി ഗോത്രവർഗക്കാർ. ഇവർക്ക് എവിടെ നിന്നാണ് ആയുധങ്ങൾ ലഭിച്ചത്? ഇതിന്ന് പരസ്യമായ രഹസ്യമാണ്. 1964 ഒരു ദിവസം രാത്രി യമനിന്റെ മുകളിലേക്ക് പറന്നു വന്ന ഒരു ഇസ്രായേലി വിമാനം ഹൂത്തി ഗോത്രവർഗക്കാരുടെ നേതാവിൻ്റെ അടുത്ത് ഇറങ്ങുകയും അതിൽ നിന്ന് പടക്കോപ്പുകൾ അവരുടെ കയ്യിൽ വെച്ച് കെടുക്കുകയും ഇവിടെ കലാപം തുടരുവാൻ ആവശ്യമായ പടവും ആയുധങ്ങളുമെല്ലാം കൈമാറുകയും ചെയ്തതിനെ തുടർന്ന് 2 വർഷത്തോളം നിരന്തരമായി ഇസ്രായേലിന്റെ ആയുധ ധനസഹായം സ്വീകരിച്ചുകൊണ്ടാണ് ഈ സംഘം യമനിൽ കലാപങ്ങൾ വിതച്ചുകൊണ്ടേയിരുന്നത്. അവിടെയും നമ്മൾ മനസ്സിലാക്കണം, ഈ കലാപം നടന്നത് ഇസ്ലാമിക ഭരണത്തിന് വേണ്ടിയായിരുന്നു. ഇസ്ലാമിക ഭരണത്തിന് വേണ്ടിയായിരുന്നു. അപ്പുറത്തുള്ളത് ദേശീയവാദികളാണ്, മതേതരവാദികളാണ്, സെക്യുലറിസ്റ്റുകളാണ്, നാസറിന്റെ അനുയായികളാണ്, ഇസ്ലാമിനോട് വിരോധമുള്ളവരാണ്. മറുവശത്തുള്ളത് ഒരു ആത്മീയ ഭരണമാണ്. ആ മതേതര ഭരണത്തിനെതിരെ ഒരു ആത്മീയ ഭരണം സ്ഥാപിക്കുവാൻ എന്ന പേരിലാണ് ഈ കലാപം തകൃതിയായി 5-6 വർഷത്തോളം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്വാഭാവികമായും നമ്മൾ വിചാരിക്കുക ഇസ്രായേൽ ഉണ്ടാവുക ഈ മതേതരവാദികളുടെ പക്ഷത്താണ് എന്നാണ്, അമേരിക്കയുണ്ടാവുക മതേതരവാദികളുടെ പക്ഷത്താണ് എന്നാണ്. പക്ഷെ സംഭവിച്ചത് എന്താണ്? അവിടെ ഇസ്രായേൽ ആയുധങ്ങൾ നൽകിയത് ഈ കലാപകാരികൾക്കായിരുന്നു. അവർക്ക് ആയുധങ്ങൾ നൽകി എന്ന് മാത്രമല്ല, ആയുധമില്ലാതെ ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥ അവർക്ക് ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് ചരിത്രത്തിൽ എല്ലാ കാലത്തും ഇവർ കലാപകാരികളായിരുന്നു. യമനിൽ നിന്ന് ഒരു അസംതൃപ്ത ഷീഈ ഗോത്രവർഗത്തെ കണ്ടെത്തുകയും അവരിൽ ജിഹാദിന്റെ വർത്തമാനങ്ങൾ അങ്കുരിപ്പിക്കുകയും അവർക്ക് ആയുധങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയും അവരെ ഉപയോഗിച്ച് അവിടെ നിരന്തരമായി കലാപങ്ങൾ ഉണ്ടാക്കുകയും ആ കലാപങ്ങളെ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിനുള്ള ഭീഷണിയായി കാലക്രമേണ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യാനുള്ള സാമ്രാജ്യത്വ പരിശ്രമങ്ങൾ ഇവിടെ ചുരുളഴിയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇങ്ങനെ തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചത്. 1979 അഫ്ഗാനിൽ മുജാഹിദുകളുടെ സ്വാതന്ത്ര്യ പോരാട്ടം സജീവമാകുന്നത്. തീർച്ചയായും അത് സ്വാതന്ത്ര്യ പോരാട്ടമായിരുന്നു. സോവിയറ്റ് റഷ്യ അഫ്ഗാനിസ്ഥാനിലേക്ക് നടത്തിയ അധിനിവേശത്തെ തുരത്താൻ വേണ്ടിയുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ ആത്മാർത്ഥതയോടുകൂടി പോരാടിയ ഒരുപാട് മുജാഹിദുകളുണ്ട്. പക്ഷേ അഫ്ഗാൻ പോരാളികൾക്കിടയിലേക്ക് എങ്ങനെ CIA കടന്നു വന്നു എന്നും എങ്ങനെ അവിടെ പുതിയ സംഘങ്ങളെ സ്ഥാപിച്ചു എന്നും എങ്ങനെ അവർക്ക് ആയുധങ്ങൾ നൽകിയെന്നും എങ്ങനെ ആ സംഘങ്ങളെ പിൽക്കാലത്ത് വലിയ ഭീകര പ്രസ്ഥാനങ്ങളായി വളർത്തിയെടുത്തു എന്നും ഇന്ന് എല്ലാവർക്കും അറിയാം. അവിടെയും മുദ്രാവാക്യങ്ങൾ ഇസ്ലാമിനു വേണ്ടിയായിരുന്നു, മതേതരത്വത്തിനെതിരെയായിരുന്നു, ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടിയായിരുന്നു. പക്ഷേ അവിടെ സമർത്ഥമായി സാമ്രാജ്യത്വം ഇടപെടുകയും ആയുധങ്ങൾ വിൽക്കുന്ന റോളിലേക്ക് കടന്നു വരികയും അതിൽ നിന്ന് പണമുണ്ടാക്കുകയും കലാപകാരികളാക്കി അവരെ നിലനിർത്തുകയും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് മുസ്ലിം ചെറുപ്പത്തിന്റെ ശ്രദ്ധ തെറ്റിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഈ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയുന്ന സംഭവവും. അൽ ഖായിദയുടെ തലവനായിരുന്ന ഉസാമ ബിൻ ലാദൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ഇമാം സർക്കാവി, അദ്ദേഹം ലാദൻ്റെ പെർമിഷനോടുകൂടി അനുവാദത്തോടുകൂടി ഇറാഖിലേക്ക് അമേരിക്കയെ തുരത്താൻ പോയി എന്നാണ്
ISISകാർ പറയുന്നത്. അങ്ങനെ സർക്കാവി അമേരിക്കയുമായുള്ള പോരാട്ടത്തിൽ മരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പോരാട്ടത്തെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയി. ആ പോരാട്ടത്തിൻ്റെ തുടർച്ച എന്ന നിലക്ക് ഇറാഖിൽ അവർ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. നമുക്ക് വായിച്ചാൽ ശരിക്കും അത്ഭുതം തോന്നും. ISISൻ്റെ പ്രൊപ്പഗണ്ട മെഷീൻ വളരെ സജീവമാണ്. ഞങ്ങൾ എന്താണ് എന്നവർ ലോകത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് അറിയുമോ? ഞങ്ങൾ ഇറാഖിൽ ഒരു സ്വൈരവും കൊടുത്തിട്ടില്ല എന്നാണ്. ഇറാഖിൽ ഒരു സ്വൈരവും കൊടുത്തിട്ടില്ല. കലാപങ്ങൾ, സ്ഫോടനങ്ങൾ, നിരന്തരമായ ആക്രമണങ്ങൾ ഞങ്ങൾ ഈ വർഷങ്ങൾ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം കലാപങ്ങൾ ഇല്ലാതായാൽ ആരുടെയെങ്കിലും കയ്യിലേക്ക് ഭരണം പോകും. ആ ഭരണത്തിന് സ്ഥിരതയുണ്ടാകും. സ്ഥിരതയുള്ള ഒരു ഭരണം ആ പ്രദേശത്ത് വന്നാൽ ജിഹാദിൻ്റെ സ്കോപ്പ് അവസാനിക്കും. തലച്ചോറ് പോകുന്ന കോലം നോക്കണം നിങ്ങൾ. ഒരു മുസ്ലിം നാട്ടിൽ സ്ഥിരതയുള്ളൊരു ഭരണ സംവിധാനം, സ്വൈരമായൊരു ജീവിത സംവിധാനം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുകയും വളരെ ബോധപൂർവം അവിടെ കലാപങ്ങളുടെ ഒരു നൈരന്തര്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു തങ്ങളെന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത്. എന്തിനാണെന്നറിയോ? ഈ ആയുധ വ്യവസായം നടക്കാൻ, ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള അവരുടെ ഈ ഫിത്നയ്ക്കൊരു നൈരന്തര്യം ഉണ്ടാകാൻ വേണ്ടി വളരെ ബോധപൂർവം അതിനുവേണ്ടി അധ്വാനിച്ചു എന്നവർ അവകാശപ്പെടുന്നു. ആ ഒരു പരിതസ്ഥിതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളൊരു ജമാഅത്ത് ഉണ്ടാക്കിയെന്നും ആ ജമാഅത്തിനൊരു ഇമാം ഉണ്ടായി എന്നും ആ ഇമാം ഒരു ഖലീഫയായി മാറിയെന്നും അദ്ദേഹം സിറിയയിലേക്ക് തൻ്റെ ആ പടയോട്ടത്തെ വ്യാപിപ്പിച്ചു എന്നും സിറിയയിലെ കാഫിറുകൾക്കെതിരെ ഞങ്ങൾ യുദ്ധം നയിച്ചു എന്നുമാണ് ഇവരുടെ അവകാശവാദം. മരിക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. സിറിയ ഒരു മുസ്ലിം നാടാണ്. അവിടെയുള്ളത് മുസ്ലിങ്ങളാണ്. അവരിൽ ഷീഇകളുമുണ്ട്, സുന്നികളുമുണ്ട്. തീർച്ചയായും കുഫറിൻ്റെ തലത്തിലേക്ക് പോകുന്ന തീവ്ര ഷീഇകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അതിനപ്പുറത്ത് ബഷാർ അൽ അസദിൻ്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പോലീസുകാരും പട്ടാളക്കാരുമെല്ലാം അടിസ്ഥാനപരമായി മുസ്ലിങ്ങളാണ്. ഇവർക്കെതിരിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവിടെ ഒരു സ്വാതന്ത്ര്യ പോരാട്ടം ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യ പോരാട്ടത്തിനിടയിലേക്ക് കടന്നു വരികയും ഒരു പുതിയ ഖലീഫയുടെ ആഗമനം പ്രഖ്യാപിക്കുകയും ആ ഖലീഫത്തിയോട് ബൈഅത്ത് ചെയ്യാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയും വളരെ ക്രൂരമായ ആക്രമണങ്ങൾ അവിടെ അയച്ചുവിടുകയുമാണ് ഇവർ ചെയ്തത്. അവിടെ അവസാനം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ സിറിയയിൽ ബഷാർ അൽ അസാദിൻ്റെ ഏകാധിപത്യത്തിനെതിരെ സൗദി അറേബ്യയുടെ പിന്തുണയോടുകൂടി പോരാടിക്കൊണ്ടിരുന്ന സുന്നി പോരാളികളിൽ നല്ലൊരു ശതമാനത്തെ ISISകാർ ക്രൂരമായി വെടിവെച്ചു കൊന്നു. വളരെ ക്രൂരമായി വെടിവെച്ചു കൊന്നു. സുന്നി മുസ്ലിങ്ങളെ തങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നവരെ ഒരു കാരണമല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇയാളെ ഖലീഫയായി അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം. ഇയാളെ ഖലീഫയായി അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നാട്ടിൽ സ്വാതന്ത്ര്യ സമരം സജീവമായി നടക്കുന്നു, വിവിധ കലാപങ്ങൾ ഉണ്ടാകുന്നു, വ്യത്യസ്ത സംഘങ്ങൾ അതിൽ ഭാഗവാക്കാകുന്നു, പലരും സമരമുഖത്ത് പ്രവർത്തിക്കുന്നു, പൊടുന്നനെ ഒരു സംഘം പ്രത്യക്ഷപ്പെടുന്നു, അതിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു, ഞാനാണ് നിങ്ങളുടെ എല്ലാം നേതാവ് എന്ന് പറയുന്നു, എന്നെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുമെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ സമയത്ത് ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവരെ മുഴുവൻ കൊന്നുകൊണ്ടിരിക്കുകയാണ് അവർ. അതിന് തെളിവാകട്ടെ ഖലീഫയോടുള്ള അനുസരണക്കേട് വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് എന്നതും. ഈ രീതിയിൽ മുസ്ലിങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ടാണ്, മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടാണ് ISISൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ചോദ്യോത്തരമാകാം, ചർച്ചയാകാം, നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ISISന് സ്വന്തമായി ഒരു ആനുകാലികവും അവർ തന്നെ പുറത്തിറക്കുന്ന ഒരുപാട് വീഡിയോകളും ഓൺലൈനായി ലഭ്യമാണ്. ഇത് തന്നെ ഇവരുടെ പിന്നിൽ ഉള്ള വലിയ സന്നാഹങ്ങളെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത് കേവലം ഒരു സായുധ ഗറില്ലാ സംഘമല്ല. മുമ്പുള്ള സായുധ ഗറില്ലാ സംഘങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അഖില ലോക ഖിലാഫത്ത് തന്നെ പ്രഖ്യാപിക്കുകയും ആ ഖിലാഫത്ത് ആരംഭിച്ചിരിക്കുന്നു എന്ന സൂചന നൽകുകയും അവരോട് ബൈഅത്ത് ചെയ്യാത്തവരെ മുഴുവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുകയും എല്ലാവരും സിറിയയിലേക്ക് ഹിജ്റ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന വളരെ നവീനമായ ഒരു പ്രസ്ഥാനമാണിത്. ആ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ വളരെ സമർത്ഥമായി മുസ്ലിങ്ങൾക്കിടയിലേക്കും അമുസ്ലിങ്ങൾക്കിടയിലേക്കും ഒരുപോലെ എത്തിക്കുന്നതിന് വേണ്ടി ഈ മാഗസിനും ഇവരുടെ വീഡിയോകളും ഉപയോഗപ്പെടുത്തപ്പെടുന്നു. ആ വീഡിയോകൾ കണ്ടാൽ അതിൻ്റെ പ്രൊഫഷണൽ പെർഫെക്ഷൻ നോക്കിയാൽ, അതിന് പിന്നിലുള്ള ആസൂത്രണം നോക്കിയാൽ സാമ്രാജ്യത്വത്തിൻ്റെ വളരെ കൃത്യമായ സഹായങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നുണ്ട് എന്നത് 100% ഉറപ്പാണ്. കാരണം ഈ പ്രോപ്പഗണ്ട നടക്കേണ്ടത് സാമ്രാജ്യത്വത്തിൻ്റെ ആവശ്യമാണ്. അവിടെ ഇപ്പോൾ ആ വീഡിയോയിലുള്ള ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ISISകാർ അവർ
പിന്നെ സിറിയയിൽ നിന്ന് ശത്രുപക്ഷത്തുള്ള കുറേ മുസ്ലിങ്ങളെ പിടികൂടുന്നു. ആ മുസ്ലിങ്ങളെ പിടികൂടി അവരെങ്ങനെ കുനിച്ചു നിർത്തി വരിയായി നിർത്തി കൊണ്ടുപോകുന്നു. എങ്ങനെ നിർത്തി കൊണ്ടുപോയി ഒരു പോസ്റ്റിലെത്തുന്നു. അവിടെ ആ പോസ്റ്റിൽ ഒരു ബക്കറ്റ് ഉണ്ട്, അതിൽ കുറേ കത്തികളുണ്ട്. ISISന്റെ പടയാളികൾ ഓരോരുത്തരുടെയും കയ്യിൽ ശത്രുപക്ഷത്തുള്ള ഓരോ ആളുകൾ. ഇങ്ങനെ ഓരോ പടയാളിയും ഈ ബക്കറ്റ് പാസ് ചെയ്തു പോകുന്ന സമയത്ത് അതിൽ നിന്നൊരു കത്തി എടുക്കുന്നു. ആ കത്തിയിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യുന്നു. അവരെ മുഴുവൻ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് നിരത്തി നിർത്തിയ ശേഷം ഒരാൾ കത്തി പിടിച്ചുകൊണ്ട് നേരെ ലോകത്തിന് നേരെ ചൂണ്ടുന്നത് പോലെ നിൽക്കുന്നു. എന്നിട്ട് അയാൾ പറയുന്നു, ഒബാമയോട് പറയാനുള്ളത് ഇതുതന്നെയാണ് നിന്റെ പട്ടാളക്കാർക്കും സംഭവിക്കാനുള്ളത് എന്നാണ്. ഒബാമ അത് തിരിച്ചറിയണം എന്ന് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് തക്ബീർ ചൊല്ലിയ ശേഷം ഇവരെ മുഴുവൻ നിർത്തി നേരത്തെ പറഞ്ഞതുപോലെ ആടിനെ അറുക്കുന്നത് പോലെ അവരുടെ മുൻവശത്ത് കത്തിവെച്ച് വളരെ കൃത്യമായി അറുക്കുന്നു. അതിൻ്റെ ഭീകരമായ രംഗങ്ങൾ, രക്തം ചിന്തുന്ന രംഗങ്ങൾ അതേപോലെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നു. അത് ചെയ്ത ശേഷം ഉടനെ അവർ അവകാശപ്പെടുന്നു, ഞങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നു, പ്രവാചകനെ അനുസരിക്കുന്നു. എന്നിട്ടവർ ആ ആയത്തിൻ്റെ ഭാഗം കേൾപ്പിക്കുന്നു, വലോ കെരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾ അത് എത്ര വെറുത്താലും ശരി, ഞങ്ങൾ അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും പാതയിൽ നിലകൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കർമ്മം, ഇത്ര നീചമായൊരു കർമ്മം ഇവർ നിർവഹിക്കുന്നത്. അതിനെ അവർ വീഡിയോ എടുത്ത് ലോകത്തിന് മുഴുവൻ മുന്നിൽ കാണിക്കുന്നു. ഇതുവഴി നിർവഹിക്കപ്പെടുന്ന ധർമ്മം എന്താണ്? വളരെ വ്യക്തമാണ്. ഒരു വശത്ത് മുസ്ലിം ചെറുപ്പക്കാരോട് ഇങ്ങനെ സിറിയയിലേക്ക് വന്ന് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തലാണ് നിങ്ങളുടെ ദൗത്യമെന്ന് പഠിപ്പിക്കുന്നു. മറുവശത്ത് ലോകത്തെ എല്ലായിടത്തുമുള്ള അമുസ്ലിങ്ങളോട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ്, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ സുന്നത്ത് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമുണ്ടാകുന്നു. ISISകാരുടെ വീഡിയോകളിലും മാഗസിനുകളിലും അവർ പറയുന്ന കാര്യം എന്താണെന്നറിയോ? നിങ്ങളോട് കുറേ കാലമായി ഈ ദായികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളിലെ പ്രബോധകർ അവരിങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയും മുസ്ലിമായി ജീവിക്കാൻ പറ്റും, ഇസ്ലാമിക ഭരണമൊന്നും ആവശ്യമില്ല മുസ്ലിമായി ജീവിക്കാൻ എന്ന പച്ച കള്ളമാണ് അവർ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ നിങ്ങളോട് അടുത്ത കളവ് പറയാണ്. എന്താണെന്നല്ലേ? ഇസ്ലാം യഥാർത്ഥത്തിൽ മതത്തിൽ ബലാത്കാരം കാണിക്കുന്നില്ല. അവരെന്നിട്ട് അതിന് ഒരുപാട് ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനിക്കും. അവർ പറയുന്നത് നമ്മൾ ആശയം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക, ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കുക, എന്നിട്ട് ശരിയാണെന്ന് ബോധ്യപ്പെടുന്നവർ സ്വീകരിക്കട്ടെ, അല്ലാത്തവർ തിരസ്കരിക്കട്ടെ, രണ്ടു കൂട്ടർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയണം. പച്ച കള്ളമാണ്. ഇസ്ലാമിന് അങ്ങനെയില്ല. ഇസ്ലാമിൽ ബലാത്കാരം തന്നെയാണ്. സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അംഗീകരിപ്പിക്കും, ഇല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അയാളെ നിഷ്കാസനം ചെയ്യും. ഇതു തന്നെയാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഫ്രീ ചോയ്സിൻ്റെ വർത്തമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ദഅവാ പ്രവർത്തനങ്ങൾ, അത് മുഴുവൻ വഞ്ചന മാത്രമാണ്. ഇസ്ലാമിന് ഇസ്സത്ത് വേണോ? ജിഹാദിലേക്ക് മടങ്ങിപ്പോകണം. ജിഹാദ് എന്ന് പറഞ്ഞാൽ വാളുപയോഗിച്ചുള്ള ജിഹാദാണ്. ആ വാളുപയോഗിച്ച് ഒരു അഖില ലോക ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുവാനുള്ള സമയമായിരിക്കുന്നു. അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കടന്നു വരൂ, ഞങ്ങളുടെ കൂടെ ചേരൂ എന്നതാണ് സന്ദേശം. ഇത് വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര സമർത്ഥമായാണ് സാമ്രാജ്യത്വം വരച്ചൊരു വരയിലൂടെ ഇങ്ങനെ മുസ്ലിം ലോകവും മുസ്ലിം ചെറുപ്പക്കാരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. അതിൻ്റെ ഭീകരമായ ഫലങ്ങൾ എത്രത്തോളമാണെന്ന്. ഇനി ഇതുമല്ല, ആരാണ് ISISകാർ എന്ന് ചോദിച്ചാൽ പാശ്ചാത്യ മീഡിയക്ക് പറയാനുള്ള ഉത്തരവും അവർക്ക് പറയാനുള്ള ഉത്തരവും ഞങ്ങൾ സലഫികളാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയയുടെ അനുയായികളാണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ അനുയായികളാണ്, ഞങ്ങൾ സലഫികളാണ്. അതേ ആളുകൾ അവരുടെ ടൈം ലൈൻ, അവരുടെ ഹിസ്റ്ററി എന്താണ് അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു ലോകത്ത്, ആ ഷെയ്ഖിൻ്റെ പേര് ഉസാമ ബിൻ ലാദൻ എന്നാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ പൂർവ്വഗാമി. അദ്ദേഹം സർക്കാവിക്ക് പതാക കൈമാറി, സർക്കാവി അടുത്തയാൾക്ക് കൈമാറി, അങ്ങനെ അബൂബക്കർ അൽ ബഗ്ദാദിയിൽ വന്നു ചേർന്നു. ഉസാമ ബിൻ ലാദൻ ആരാന്ന് ഇവിടെ പറഞ്ഞു. അദ്ദേഹം സലഫി ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ഇഖ്വാനുൽ മുസ്ലിമൂൻ്റെ സിദ്ധാന്തങ്ങളിൽ അഭയം കണ്ടെത്തുകയും അതുപയോഗിച്ച് കലാപം വിതക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തെയാണ് ഇവർ പ്രചോദനമായി അവതരിപ്പിക്കുന്നത് എന്ന ഒന്നാമത്തെ കാര്യം. ഇവർ സലഫികളായി അവതരിപ്പിക്കുന്നത് വെറുതൊന്നല്ല. ഇവരെ സലഫികളായി അവതരിപ്പിക്കുന്നത് വെറുതെയൊന്നുമല്ല. അവിടെ തന്നെയാണ് ഏറ്റവും വലിയ അജണ്ട സ്ഥിതി ചെയ്യുന്നത്. 2 പദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും. ഇപ്പോൾ ഒരു വീഡിയോയിലുള്ള എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ കൊണ്ട് കുഴി വെട്ടിക്കുകയാണ്. അവരെ വെടിവെച്ച ശേഷം അവർക്ക് കടക്കാനുള്ള കുഴി അവരെ കൊണ്ട് തന്നെ വെട്ടിക്കുന്നു. എന്നിട്ട് പറയുന്നു ഇത് സുന്നത്താണ്, സലഫിയത്താണ്.
ഇത് സുന്നത്താണ്, സലഫിയത്താണ്. എന്താണ് സലഫിയത്ത് എന്ന് പറഞ്ഞാൽ? ആദിമ മുസ്ലിങ്ങളുടെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുക. എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ? പ്രവാചക ചര്യയിലേക്ക് തിരിച്ചു പോകുക. ഇത് വളരെ ബോധപൂർവം ഈ വീഡിയോകൾ ലോകത്ത് മുഴുവൻ പ്രചരിക്കുന്നതോടുകൂടി ആരെങ്കിലും സലഫിയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ആളുകളുടെ മനസ്സിലിങ്ങനെ വരും, ആളുകളുടെ കഴുത്തറുത്ത് കൊല്ലുന്നത്, ആളുകളെ കുഴിച്ചു മൂടുന്നത്, ഇങ്ങനത്തെ ഒരുപാട് ചിത്രങ്ങൾ. ആരെങ്കിലും പ്രവാചകന്റെ ചര്യയെക്കുറിച്ച് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ വരും ഇങ്ങനത്തെ ഒരുപാട് ഭീകര രംഗങ്ങൾ. അപ്പോൾ സുന്നത്തിലേക്കും സലഫിയത്തിലേക്കും ദഅവത്ത് നടത്താനുള്ള സാധ്യതകൾ തന്നെ ലോകത്ത് അടച്ചു കളയുകയും, സുന്നത്ത് എന്നും സലഫിയത്ത് എന്നും പറഞ്ഞാൽ ഒരു തരം കാട്ടാളത്തത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ, അതുവഴി സലഫി ദഅവത്തിനെ തന്നെ തടയിടാനുള്ള വളരെ ബോധപൂർവമായ അജണ്ടയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നത് തന്നെയാണ് സത്യം. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇവരുടെ വലിയൊരു മുദ്രാവാക്യം എന്താണ്? ലോകത്ത് ഒരുപാട് പ്രശ്നമുണ്ട്, ഇവർക്ക് ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വലിയൊരു പരിഹാരം അടിമ വ്യവസ്ഥിതിയും അടിമ ചന്തകളും പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അത് ആണ് പോലും സുന്നത്തിനോടും സലഫിയത്തിനോടുമുള്ള പ്രതിബദ്ധത. എന്നിട്ട് ഇവരുടെ വീഡിയോകളിൽ ശത്രു സൈനികരെ പിടിക്കുന്നതും അവരുടെ ഭാര്യമാരെ വെപ്പാട്ടിമാരാക്കുന്നതും അവരെ ഓഹരി വെച്ചെടുക്കുന്നതും അവരുടെ സൗന്ദര്യ വർണ്ണനകൾ നടത്തുന്നതും സുന്നത്ത് സലഫിയത്ത് എന്ന് ആവർത്തിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഒന്നും ഏതെങ്കിലും പശ്ചാത്തലത്തിലേക്ക് പോകാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് അത് സൃഷ്ടിക്കുന്ന ഒരു ഇമേജാണ്, ഒരു ഇമേജ് ക്രിയേഷനാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. ആ ഇമേജ് ക്രിയേഷനിൽ അവർ വളരെ ശക്തമായി വിജയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചത് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് അകന്നുപോയി ചില ജൂതന്മാരുടെ ആശയങ്ങൾക്കനുസരിച്ച് തുള്ളിയ ചില കലാപകാരികളുടെ തത്വശാസ്ത്രത്തെ വളരെ സമർത്ഥമായ ഗവേഷണങ്ങളിലൂടെ പ്രവാചകന്റെ പേരിൽ വെച്ചുകെട്ടുകയും ആ ആശയങ്ങൾ മുസ്ലിം ലോകത്തിനകത്തേക്ക് പമ്പ് ചെയ്യുകയും അങ്ങനെ മുസ്ലിം ലോകത്ത് ഇതുപോലുള്ള സായുധ സംഘങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നത് സാമ്രാജ്യത്വത്തിൻ്റെ അജണ്ടയാണ്. ആ അജണ്ടയുടെ സ്വാഭാവികമായ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഉദയത്തിൽ കണ്ടത്. അത് ഒരു കെണിയാണ്. അത് കെണിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.